الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما സത്യവിശ്വാസിമാരെ വിശ്വാസിനിമാരെ, പ്രപഞ്ചത്തെ നിയന്ത്രിച്ചു ഉള്ളതായി റബ്ബ് സുബ്ഹാനഹു തആലರು പേടിച്ച് ജീവിക്കുന്നു ചൊന്തു ഉടെ കൂടിയിട്ടുള്ള എല്ലാവരോട്ടും വസിയത്താക്കര ഉപദേശിക്കര. റബ്ബ് സുബ്ഹാനഹു തആല തരത്തില് അവിടെ പേടിച്ച് ജീവിക്കുന്ന മുത്തഖിമാരുടെ കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരും ആക്കി തീർക്ക. ಮುಸ್ಲಿಮಾಯು ನಂಗಳು ಜೀವನತ್ತು ಎಲ್ಲತ್ತಕ್ಕಾನ ಬೆಲ್ಯ ஒரு ಗುರಿ, ಎಲ್ಲತ್ತಕ್ಕಾನ ಬೆಲ್ಯ ஒரு ಏಮ್ ಸ್ವರ್ಗ ಚೊಲ್றದೇಟಿಕ್. ಸ್ವರ್ಗತ್ತಿಗೆ ಎತ್ತಣು, ಸ್ವರ್ಗ കിട്ടണു ചൊല്றದೇಟಿക്കർ ഒരു മുഅ്മിൻറെ അവന്റെ ജീവനത്തെ എല്ലാത്തಂಟಿ ಬೆಲ್ಯ ഗോൽ. അപ്പൊ അത് കഴിത്ത് സ്വർഗത്തുക്ക് പോണുണ്ടായെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പാട്ടേ 2 ടിക്കറ്റ് വേണം. സ്വർഗത്തുക്ക് പോണുണ്ടായ 2 ടിക്കറ്റ് വേണം. സാധാരണ ഒരു ജാഗയ്ക്ക് പോണുണ്ടായ ടിക്കറ്റ് എടുക്കുക, അതേപോലെ സ്വർഗത്ത് പോണുണ്ടായ 2 ടിക്കറ്റ് വേണം. ഏതത്? ഒന്ന് ഈമാൻ, പിന്നൊന്ന് അമലു സ്വാലിഹാത്ത്. ഈ 2 ടിക്കറ്റ് ഉള്ളവർക്ക് മാത്രമേ ടിക്കറ് അല്ലാഹു സുബ്ഹാനഹു തആല സ്വർഗത്തിക്ക് എൻറ്റർ ആക്കടി. ഖുർആനിൽ എത്രമാ ജാഗയിൽ അല്ലാഹു സുബ്ഹാനഹു തആല ആ വിഷയം നമുക്ക് പഠിപ്പാട്ടി തണ്ടത് കണ്ട്. സൂറത്തുൽ ബഖറോ 82ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല ചൊല്ലു, വല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി. ആറ് ഈമാൻ കൊമണ്ടാറ, അതേപോലെ വഅമിലുസ് സ്വാലിഹാത്തി, ഈമാൻ മാത്രമയ്യ ഉള്ള, പിന്നെ അമലുസ് സ്വാലിഹാത്ത്. അപ്പൊ ഈമാൻ മാത്രമയ്യ ഉള്ള, പിന്നെന്തൊരു വേണു? അമലു സ്വാലിഹാത്തും വേണു. അങ്ങനെ ഉണ്ടായെങ്കിൽ അസ്ഹാബുൽ ജന്നത്തി ഹും ഫീഹാ ഖാലിദൂൻ. അങ്ങൈറ്റിക്രാർ സ്വർഗത്തെ ആൾമാർ, അങ്ങ് അതിൽ ശാശ്വത ഇറ്റിക്രാർ ചൊന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ചൊല്ലുന്നത് നമുക്ക് കാണാം. അതേപോലെ ഖുർആനിൽ എത്ര മജാകെ ഇല്ലല്ലദീന ആമനു ഒരു വിഷയം അല്ലാഹു സുബ്ഹാനഹു തആല ചൊന്നേൽ പിന്നത് ഇന്നിന്നങ്ങൾക്ക് നരകമുണ്ടു അല്ലെ ഇന്നിന്നങ്ങൾക്ക് ശിക്ഷ ഉണ്ടുണ്ടല്ല ചൊന്നേൽ പിന്നെ എത്ര മജാകയിൽ അല്ലാഹു ചൊല്ലുന്നത് ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി. ഈമാൻ ഇന്നങ്ങും അമലു സ്വാലിഹാത്ത് ഇന്നങ്ങ അങ്ങ് എന്തേ സ്വർഗത്ത് കൊണ്ടാറ്. ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി ഫലഹും അജ്റുൻ ഗൈറു മംനൂൻ. അങ്ക് ഒർക്കും മുറിഞ്ഞു പോവാത്ത പ്രതിഫലം ഉണ്ട് ചൊന്തും അല്ലാഹു സുബ്ഹാനഹു തആല ചൊല്ലും. അപ്പൊ നാ ചൊല്ലുന്നത് ചൊന്നെങ്കിൽ ചില ആൾമാർ വിചാരിച്ചത് ഈമാൻ ഇന്നേം വയോ എല്ലാം തീർന്നു. ഈമാൻ ഇന്നെങ്കിൽ അവന്റെ നരകത്തെ ശാശ്വതത്തിൽ നിന്ന് അവന്റെ പച്ചവാക്കരുത്, മാത്ര ഡയറക്റ്റ് സ്വർഗത്ത് അവന്റെ എത്തുപാട്ടില്ല. അമലു സ്വാലിഹാത്തും ഇന്നെങ്കിൽ മാത്രമേ ഒരാൾക്ക്
ಡೈರೆಕ್ಟ್ ಸ್ವರ್ಗಕ್ಕೆ ಹೋಗು ಸಾಧ್ಯ ಅವ್ರೆ ಚೊಲ್ರ ವಿಷಯ ನಂಗೆ ಗೌರವമായിട്ട് മനസ്സിലാക്കുനായി ഒന്നേറ്റിക്ക് ഈമാൻ ചൊന്നെങ്കിൽ അതിൽ ഷഹാദത്ത് കലിമര പിടിച്ചിട്ട് എല്ലാ ഒരു മുഅ്മിന് വിശ്വസിക്കുനായി എല്ലാ അടിസ്ഥാന കാര്യം അതിൽ ഉൾക്കൊള്ളും. അതേപോലെ അമലു സ്വാലിഹാത്ത് ചൊന്നെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധാക്കിയിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല ഫർളാക്കിയിട്ടുള്ള എല്ലാ അമലു സ്വാലിഹാത്തും അതിൽ പെടും അല്ലേ. നിസ്കാര, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, അതേപോലെ ആൾമാരൊട്ടിಗೆ ഇടപാടെടുക്കുന്നവിടെ അവിടെ നിർബന്ധമായത് കൊറിയിക്കിട് വാജിബായ ദിക്റ് എന്തിരെ ഉമ്മപ്പറൊട്ടിಗೆ നല്ലതിലിക്കോണു ചൊല്றது ഇങ്ങനെ ചമ്മ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെല്ലാം ഫർളാക്കിറാണ് അത് എല്ലാം ഈ അമലു സ്വാലിഹാത്തിൽ പെടും. അപ്പൊ ഇത് രണ്ട് ഓർത്തൊട്ടിಗೆ ഇന്നെങ്കിൽ അവൻ എന്താ അവിടെ സ്വർഗത്തേക്ക് പോണ്ട. ഒരാൾക്ക് സ്വർഗത്തേക്ക് പോയത് ഇത്തര കാര്യ മയാവർ ചൊല്றതേറ്റിക്ക് നമുക്ക് പ്രമാണത്തിൽ കാണാൻ സാധ്യം. ഏത്? ഈമാനും അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫർളാക്കിയതായ നിർബന്ധാക്കിയതായ അമലു സ്വാലിഹാത്ത്. സുന്നത്ത് അമലു സ്വാലിഹാത്ത് വേണുണ്ടില്ല സ്വർഗത്ത് പോകും. സുന്നത്തായ കാര്യ വേണുണ്ടില്ല. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫർളാക്കിയതിനെങ്ങുമയോ അത് നമുക്ക് ഒരു സഹാബിയുടെ ചരിത്രത്തിൽ ഒരു സഹാബിയുടെ ജീവിതത്തിൽ നമുക്ക് അത് കാണേണ്ടിയിരിക്കും. അതായത് ഒരു അറാബിയായ ഒരാള് അയാൾ ബന്ധു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കേ നിങ്ങൾ നബിയാ? അതേ നാ നബി. നിങ്ങളുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനെ കൽപ്പിച്ചിരേ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹാദത്ത് കലിമ പഠിപ്പാട്ടി കൊടുക്കും. അതിൽ പിന്നെ എന്താക്കണു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 5 വക്ത് നിസ്കാര പഠിപ്പാട്ട്. അതിൽ പിന്നെ എന്താക്കണു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്ത് വിഷയ ചൊല്ലും. അതിൽ പിന്നെ എന്താക്കണു? നോമ്പ് വിഷയ ചൊല്ലും. അതിൽ പിന്നെ എന്താക്കണു? ഹജ്ജ് വിഷയ ചൊല്ലും. ഇതല്ലാത്ത ഐച്ഛികമായിട്ടുള്ള വേറെന്തെങ്കിലും ആക്കണ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു നിനക്ക് ഇഷ്ടം ആക്ക. അപ്പൊ ഈ മനുഷ്യ അവിടെ പോകുമ്പത്തേക്കും നബിയുടെ മുറ്റത്തെ പോകുമ്പത്തേക്കും ചൊല്ലുന്നേ നിങ്ങ ചൊന്നതായ ഈ ഒരു കാര്യത്തിനാണ് യാറാക്കണമില്ല പൊറുടിയാക്കറുമില്ല. അപ്പൊ ഫർലായത് കൃത്യമായിട്ടാണ് ആക്കര അതിരക്കാണ് യാറാക്കറുമില്ല അതിരക്കാണ് കൊറുടിയാക്കറുമില്ല ചൊന്തു അയാൾ അവിടെ പോണ്ടു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാക്കി സഹാബിരങ്ങൾ വിളിച്ചു ചൊല്ലറേ നിങ്ങക്ക് സ്വർഗത്തേക്ക് പോണ്ട ഒരാളെ നോക്കണ ഇയാളെ നോക്കിയമ്മയോ. അപ്പൊ ഇതിൽ എന്താ നമുക്ക് മനസ്സിലായിട്ട് ഒരാൾക്ക് ഫർലിന്നെങ്കിൽ ഫർലായ അമലു സ്വാലിഹത്ത് എന്തെല്ലാം അതിനെങ്കുമയോ സുന്നത്തായ കാര്യ വേണുണ്ടെന്നില്ല. മാത്രമാ സുന്നത്തായ കാര്യ ഇക്കൃത് എക്സ്ട്രാ അമല് ഉണ്ടാവുന്നത് അത് എല്ലാത്തക്കാണ് വലിയ ഹൈറൈറ്റ് ഇക്കറ്. സ്പെഷ്യലി ഇന്നത്തെ കാലഘട്ടം മുതലത്തെ സഹാബിനങ്ങളെ കാലഘട്ടത്തെ ഞങ്ങൾ ഈമാനും അതേപോലെ ഞങ്ങളെ അമലു സ്വാലിഹാത്ത് ഞങ്ങളെ അമലു സ്വാലിഹത്ത് ടാലിയാക്കി ഓടുകത്തില്ല അല്ലെ. ഫർലായ ഒരു നിസ്കാര ഫർലായ ഒരു സക്കാത്താവട്ടു അല്ലെങ്കിൽ നോമ്പാവട്ടു ഞങ്ങൾ പിടിക്കുന്ന ഫർലായ എത്രമാ അമല് എത്രമാ ന്യൂനത്തെ പണ്ട് എത്രമാ കൊരത്തെ പണ്ട്. അപ്പൊ ആ കൊരത്തര ഇല്ലാണ്ടാക്കുന്നുണ്ടാ എന്ത്ര വേണു? എക്സ്ട്രാ കൊറിയ വേണു. ഞങ്ങളൊട്ടിക്ക് കാലി പർലറെ മാത്രം പിടിച്ചു നടന്നെങ്കിൽ ഒർക്കും മയാവുല്ല ചൊല്ற വിഷയ ഞങ്ങൾ ഗൗരവമായിട്ട് മനസ്സിലാക്കും അല്ലെ. സുന്നത്തായ അമലു സ്വാലിഹാത്ത് ആക്കിടതിൽ എത്രമാ ഫായിദുണ്ട്. അതിൽ ഒരു ഫായിദ എന്തേ ഞങ്ങാക്കിற അമലു സ്വാലിഹാത്തിൽ ഞങ്ങാക്കിற ഫർലായ അമലു സ്വാലിഹാത്തിൽ എന്തേ ഒരു കുറത്തെ വന്നിട്ടുണ്ടായെങ്കിൽ ഈ സുന്നത്തായ അമല് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിരെന്താക്കുക പൂർത്തിയാക്കുക. നോക്കൂ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്ന ഹദീസ് ഇന്ന അവ്വല മാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമത്തി അസ്സലാഹ്. പരലോകത്ത് ഒരു അടിമരെ അമലു സ്വാലിഹാത്തിൽ വെച്ചിട്ട് എല്ലാത്തങ്കി ഒന്നാമത്തേത് ഹിസാബ് എടുക്കരെ അവന്റെ നിസ്കാരത്തെ വിഷയത്തിക്ക്. അങ്ങനെ നിസ്കാരത്തെ പരിശോധിച്ചിട്ടാകുമ്പോഴത്തേക്കു ആ നിസ്കാര കംപ്ലീറ്റ് ഉണ്ടു പൂർണ്ണമായിട്ടുണ്ടായെങ്കിൽ അവനക്ക് പൂർണ്ണമായ പ്രതിഫലം കിട്ടും. അതല്ല ആ നിസ്കാരത്തിൽ എന്തെങ്കിലും കൊറത്തെ ഉണ്ടു അവന്റെ ശ്രദ്ധ തപ്പിര് അതേപോലെ അവനു നിസ്കാരത്തിൽ സ്വപ്പ് സംബന്ധിച്ചിട്ടില്ല അതേപോലെ അങ്ങനെ കൊറിയ എന്തുള്ള കൊരത്തുണ്ട അങ്ങനെ കൊരത്തെ ഉണ്ടുണ്ടായി അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താക്കറ മലക്കുമാരൊട്ടിಗೆ ചൊല്ற ഉൻദുറു ഹല്ലി ഇബാദി മിൻ തതവ്വുഇൻ അവന് എന്നെ ഒരു സുന്നത്ത് നിസ്കരിച്ചാണ് നോക്കൂ. അങ്ങനെ സുന്നത്ത് നിസ്കരിച്ചത് ഉണ്ടുണ്ടായെങ്കിൽ ഫയുകമ്മിലു ബിഹാ മൻ തഖസ മിനൽ ഫറീള. അപ്പൊ സുന്നത്തായ ഒരു കാര്യമെല്ലാം ഉണ്ടുണ്ടായെങ്കിൽ നിസ്കാരം ഉണ്ടുണ്ടായെങ്കിൽ ഈ സുന്നത്ത് നിസ്കാരം എന്താവു അവന്റെ ഫർളിലെ കൊറത്തരെ ഇല്ലാണ്ടാക്ക് അവിടെ കംപ്ലീറ്റ് ആക്ക്. സുമ്മ യകൂനു സായിറു അമലി അലാ ദാലിക്. ഇങ്ങനെ ഇത്തിക്രി എല്ലാ അമലു സ്വാലിഹാത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്രേ ചൊന്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടി തന്നത് കാണും. അപ്പൊ സുന്നത്തായ കർമ്മ ആക്കരുത് സുന്നത്തായ അമലു സ്വാലിഹാത്ത് ആക്കരുത്. അത് ഒരു ഫായിദ എന്തേ ഞങ്ങളെ ഫർലായ
അമലുടെ കുറത്തരെ അത് ഇല്ലാണ്ടാക്ക്. രണ്ടാമത്തേത് ഞങ്ങൾ മീസാണ് യാറ ദിന്നാക്ക് അല്ലെ. അമലു സ്വാലിഹത്ത് യാറ ഐച്ഛികമായിട്ടുള്ളത്, നാഫിലായിട്ടുള്ളത്, സുന്നത്തായിട്ടുള്ളേ യാറ അമലു സ്വാലിഹത്ത് ഞങ്ങൾ ആക്കിയിട്ടായെങ്കിൽ ഞങ്ങള് അമಲು ಸ್ವಾಲಿಹತ್ತು ತೂಕೊಂಬೊತ್ತುಗ ಅದ್ರೆ ದಿನ್ನ ಯಾರೋ ಅಪ್ಪ ದಿನ್ನ ಯಾರಂಗ ಮಾತ್ರ ಎತ್ತಿಕ್ರವನಿಗೂ ಸ್ವರ್ಗತ್ತಿಗೆ ಹೋಗ അവിടെ അമലു സ്വാലിഹത്ത് ദിന്ന കുറഞ്ഞിട്ടായെങ്കിൽ സ്വർഗത്ത് പോവല്ലേ. فأما من ثقلت موازينه فهو في عيشة راضية. ആറ് അമലു സ്വാലിഹത്ത് തിറാസ് ദിന്ന അവിടെ തൃപ്തികരമായിട്ടുള്ള ജീവനത്തെ കെട്ടിക്കറ പോണ്ടി. وأما من خفت موازينه ആറ് ആ അമലു സ്വാലിഹത്ത് തിറാസ് കുറഞ്ഞു പോണ്ട ഹാവിയ അവന് ഹാവിയ ചൊല്ല നരകത്ത് കെട്ടിക്കറ് പോണ്ടേ. അപ്പൊ അമലു സ്വാലിഹത്ത് ദിന്നാവുനുണ്ടായെങ്കിൽ ആ തിറാസ് ദിന്നാവുനുണ്ടായി യാറ അമല് ഞങ്ങളെ ജീവനത്തിൽ വീഴും. മൂന്നാമത്തെ ഫായിദ എന്ത്? ഇസ്ലാമിൽ കുറേ അമലുണ്ടു. സ്വർഗത്തേക്ക് പോയെങ്കിൽ എന്താ ഒരു ഉന്നതമായ ദർജ നമുക്ക് കിട്ടും. അമലു സ്വാലിഹത്ത് അടിസ്ഥാനത്തിലേറ്റിക്കറ് സ്വർഗത്തെ ഉന്നതമായ ദർജക്ക് ഞങ്ങൾ എത്ര. ഇവ സ്വർഗത്തേക്ക് പോകേണ്ട കാര്യമെല്ലാം ഞങ്ങൾ ഇട്ടിയാക്കിയ മാത്രമാ സ്വർഗത്തെ ഉന്നതമായ ദർജ കിട്ടുന്നുണ്ടായെങ്കിൽ, വലിയ ദർജ കിട്ടുന്നുണ്ടായി അമലു സ്വാലിഹത്ത് അടിസ്ഥാനത്തിലേറ്റിക്കറ് അല്ലാഹു സുബ്ഹാനഹു തആല സ്വർഗത്തെ ഉന്നതമായ ജാഗത്തണ്ട്. അപ്പൊ ഇങ്ങനെ കുറേ ഫായിദെല്ലാം ഉണ്ട് ചൊല്ലുന്നത് ഞങ്ങൾ മനസ്സിലാക്കും. അപ്പൊ അത് കഴിത്ത് ഞങ്ങൾക്കാലി ഫർലായ കാര്യം മാത്രം എടുത്തിട്ട് സുന്നത്തെല്ലാം വിട്ടുപിടുന്നത് ഒർക്കും സമല്ല അല്ലേ. ഞങ്ങളിപ്പോ ഒരു യാത്ര പോണ്ട, ഒരു സഫർ പോണ്ട. അപ്പൊ സഫർ പോകുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് എത്ര എമൗണ്ട് വേണം അവർ ചൊല്ലത് ഒരു തലലിക്കറ് അല്ലെ. എത്ര ಖರ್ಚಾക്കണു, എവിടെ എന്ത്ര ಖರ್ಚಾക്കണു, എത്ര ഇതാവണു, ഇതെല്ലാം ഒരു എസ്റ്റിമേറ്റ് ആക്കറ ഞങ്ങ. മാത്രം അത്രമേ ഞങ്ങൾ പിടിച്ച പോണ്ടാവാ അല്ല തെല്ലി എക്സ്ട്രമേ പിടിക്കറ. എന്തുക്ക് എവിടെ എന്ത്ര ആയെങ്കിൽ ചൊല്ലകല്ല. അപ്പൊ അത് കഴിഞ്ഞ് ഞങ്ങൾ എക്സ്ട്രമേ പിടിക്കറ. അതേപോലെ അല്ലാഹു സുബ്ഹാനഹു തആല ഞങ്ങൾക്ക് പഠിപ്പാട്ടി തന്നതായ ഫർലായ കാര്യത്തൊട്ടികമേ എക്സ്ട്രാ അമലു സ്വാലിഹത്ത് ആക്കുകയിട്ട് ഞങ്ങൾ എന്താക്കണം, കോശിഷാക്കണം. അങ്ങനെ എക്സ്ട്രാ ആക്കുമ്പോയിട്ടിക്കറ് പരലോകത്ത് വിജയിക്കറങ്ങളെ കൂട്ടത്തില് ആവുക ഞങ്ങൾക്ക് സാധ്യ അവരെ ചൊല്ല ഒരു പ്രതീക്ഷ ഞങ്ങളൊട്ടിಗೆ ಬಂದು. അപ്പൊ അത് കഴിത്ത് ഇണ്ട് ഞങ്ങൾ മനസ്സിലാക്കുക പോണ്ടേ വിഷയ അതേറ്റിക്കറ് സുന്നത്തായ കുറേ ಕಾರ್ಯ. ഇസ്ലാമിൽ കുറേ അമലുണ്ടു. ചെറിയ അമലൈറ്റിക്കറ് ಆಕುಗು ಬಾರಿ ಸುಲಭ ಇಟ್ಟಿಕ್ಕರು. ಮಾತ್ರ ಅದರ ಪ್ರತಿಫಲ ಭಯಂಕರ ಬೆಲೆ ಪ್ರತಿಫಲ ಅಲ್ಲಾಹು ಸುಬ್ಹಾನಹು ವ ತಆಲ ಚಂದ. അങ്ങനെ എത്രമാ ഹദീസും എത്രമാ അമലു സ്വാലിഹത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് പഠിപ്പാട്ടി തന്നു. അപ്പൊ അത് ഞങ്ങളെ ജീവിതത്തിൽ ഞങ്ങൾ കൊമ്പറുകു കോശിഷാക്കും. അത് ഞങ്ങളെ ജീവിതത്തിൽ ആക്കുകയിട്ട് ഞങ്ങൾ ഇതാക്കും. അത് എതിർ പറഞ്ഞു. ഇതിപ്പോ ഞാൻ നിങ്ങളൊട്ടിಗೆ പൽക്ക പറയുമ്പോഴത്തേക്കു ഈ എല്ലാ അമലു സ്വാലിഹത്ത് നന്റെ ജീവിതത്തിൽ ഉണ്ടു ചൊല്ലുടെ ഉദ്ദേശത്തിലല്ല നാ ചൊല്ലുന്നത്. ഇവിടെ നാണും പഠിക്കണായതായിട്ടിക്കറ്, ഞങ്ങൾ എല്ലാവരും പഠിക്കണായ വിഷയത്തിക്കറ്. ഞങ്ങളുടെ ജീവനത്തിൽ അത് കൊമ്പറിനായതായ ഒരു കാര്യത്തിക്കറ് ചൊല്ലാൻ ഞങ്ങൾ മനസ്സിലാക്കും അല്ലേ. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു നീയത്ത് വേണം. നന്റെ അമലു സ്വാലിഹത്ത് മാക്സിമം ഞാൻ ആക്കറ ചൊല്ലുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടി എല്ലാ അമലു സ്വാലിഹത്ത് ഞങ്ങൾക്ക് ആക്കുക സാധ്യമുണ്ടാ? സാധ്യമില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമേ ഞങ്ങൾക്ക് പഠിപ്പാട്ടി തന്നതായിട്ടിക്കറ്. എന്തേ നാനിക്ക് മാനഹൈത്തുക്കും അനുഹു ഫജ്തനിബു, നാനിക്ക് യന്ത്രത്തിൽ നിന്ന് തടഞ്ഞിരമാ അത് നിങ്ങൾ വിട്ടു നിൽക്കോ. എല്ലാ ഹറാമിൽ നിന്നും നിങ്ങൾ വിട്ടു നിൽക്കോ. അങ്ങനെ വമാ അമർത്തുക്കും ബിഹി ഫഅ്തു ബിഹി മസ്തതാഅതു ഫഅ്തു മിൻഹു മസ്തതാഅതു. എന്തിനും നിങ്ങളുടെ ഞാൻ കൽപ്പിച്ചിരമാ ആക്കുക ചൊന്നരമാ അത് നിങ്ങൾ മാക്സിമം നിങ്ങൾ ആക്കൂ ചൊന്തേത്തിക്കറ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു. അപ്പൊ ഇവിടെ നോക്കൂ, ഹറാമായ കാര്യത്തെ വിഷയം ചൊല്ലുമ്പോൾ റസൂൽ എന്താക്കിയിട്ടില്ല, മാക്സിമം ചൊന്നില്ല. നിങ്ങളെ മാക്സിമം നിങ്ങൾ വിട്ടു നിൽക്കൂ ഉണ്ടല്ല ചൊന്നി. എല്ലാ ഹറാമിൽ നിന്ന് വിട്ടു നിൽക്കും. അവിടെ മാക്സിമം ഇല്ല. മാത്രമ ആക്കുക ചൊന്നതായ അമലു സ്വാലിഹത്ത് ഉണ്ടു, അത് നിങ്ങൾ മാക്സിമം ആക്കുറുണ്ടേത്തിക്കറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് പഠിപ്പാട്ട്. അപ്പൊ അത് കഴിത്ത് ഈ ഒരു ക്ലാസ് കേൾക്കറ്. ഇൻഷാ അല്ലാ എത്രമാ അമലു സ്വാലിഹത്ത് ഉണ്ടു, ഇതിൽ ഒരു കണ്ടിന്യൂ ഭാഗമേ ഞങ്ങൾക്ക് എന്താക്ക എത്രമാ ക്ലാസ് എടുക്കാം. അപ്പൊ ഓരോ അമലു സ്വാലിഹത്ത് വിഷയം കേൾക്കുമ്പോഴത്തേക്കും ഞങ്ങളെ മനസ്സിൽ പറഞ്ഞ നീയത്ത് ഈ അമല് ഞാൻ ആക്കറ, എൻ്റെ ജീവിതത്തിൽ ഞാൻ കൊമണ്ട ചൊല്ലുടെ ആ ഒരു ഉദ്ദേശത്തിലേറ്റിക്കോണു നിങ്ങൾ എൻ്റെ പൽക്ക കേൾക്കണായ ചൊല്ലുന്നതേറ്റിക്കറ്. ഒന്നാമത്തേത് നിങ്ങളൊട്ടിಗೆ നക്ക് ചൊല്ലുകൊള്ളി. അപ്പൊ ഇങ്ങനെ ചെറിയ അമല് ആക്കിണ്ടായെങ്കിൽ വലിയ പ്രതിഫല കിട്ടതായ കുറേ അമലു സ്വാലിഹത്ത് വിഷയത്തിരിക്കറ് ഞങ്ങൾ പൽക്ക പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്നാമത്തേത് അസ്തിവാക്ക്.
പല്ല് തേക്കരുത്. സാധാരണ ഞങ്ങൾ പല്ല് തേക്കറങ്ങായിട്ടിക്കറ അങ്ങനെ പല്ല് തേക്കരുതുള്ള പ്രതിഫല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വലിയ ഒരു പ്രതിഫല നമുക്ക് படிப்பாட்டி தந்தது காட்டு. நபி ஸல்லல்லாஹு அலைஹி வஸல்லம் சொல்றது, ஆயிஷா ரலியல்லாஹு அன்ஹா ரிப்போர்ட் ஆக்குற ஹதீஸில் காண்டு, அஸ்ஸிவாக்கு மத்ஹரத்துன் லில் ஃபம், சிவாக் ஆக்குறது, பிரஷ் ஆக்குறது, மிஸ்வாக் ஆக்குறது அது வாய்க்கு க்ளீன் உள்ளதும், மர்லாத்துல் லிர்ரப் അള്ളാഹ് ഒരു തൃപ്തി തണ്ടതുമായ അമലൈറ്റിക്കറ്, അള്ളാഹ് ഒരു തൃപ്തി കിട്ടതായ അമലൈറ്റിക്കറ് ചൊന്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടി തണ്ടത് കാണും. നമുക്കൊരു അള്ളാഹ് ഒരു തൃപ്തി ചൊന്നെങ്കിൽ അത് ചെറിയ വിഷയമല്ല, നിസ്സാര വിഷയമല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാളെ തൃപ്തിപ്പെട്ടാ ചൊന്നെങ്കിൽ എത്ര വലിയ കാര്യിട്ടിക്കുന്നത്. ഇവൻ സ്വർഗത്ത് പോണ്ടെങ്കിലെ വിഷയത്തിലും അള്ളാഹു സുബ്ഹാനഹു വ തആല ചൊല്ലും എന്ന് ചൊന്നരെ. നോക്കൊരു സൂറത്തു തൗബരെ 83-ാമത്തെ ആയത്തിൽ അള്ളാഹു ചൊല്ലറേ, وعد الله المؤمنين والمؤمنات جنات تجري من تحتها الانهار خالدين فيها ومساكن طيبة في جنات عدن. മുഅ്മിനുമാർക്കും മുഅ്മിനത്തായൻക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗ കൊടുക്കറാ ചൊല്றது അല്ലാഹു ഒരു വാഗ്ദാനം ഇട്ടിക്കറ്. അങ്ങനെ നല്ല ഒരു ജാഗയിൽ ഇക്കറാർ അവിടെ. പിന്നെ അല്ലാഹു ചൊല്ற വറിദ്വാനും മിനല്ലാഹി അക്ബർ, എല്ലാത്തಂಟಿ ಬೆಲ್ಲಿ ಅಂದ್ರೆ അല്ലാഹു ഒരു തൃപ്തി കിട്ടറ് ചൊല്ലறது ഇട്ടിക്കറ്. അപ്പൊ അല്ലാഹു സ്വർഗത്തെക്കാണ് ബെല്ലിയാക്കിട്ട് ചൊന്നരെന്തിര് അല്ലാഹു ഒരു തൃപ്തി, അല്ലാഹു ഒരു കൊസി, അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ ഇഷ്ടപ്പെടുറാ ചൊല്ലത് അത് എല്ലാത്തಂಟಿ വലിയ കാര്യമായിട്ടിക്ക്. അപ്പൊ നോക്കൂ, ഒരു മിസ്വാക്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളൊട്ടിക്ക് തൃപ്തിപ്പെടാണ്ടായെങ്കിൽ അത് ഞങ്ങൾ ആക്കിടുതൽ മടിക്കൊകുത്തീര. ഞങ്ങൾ ഒരു സുബൈകൊന്നാക്കറ വേറെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടി എത്രമാ സന്ദർഭമുണ്ട്. മിസ്വാക്കാക്കരുത്, ബ്രഷാക്കരുത്, അത് ഞങ്ങൾ ആക്കി ഉള്ളമാ ചൊല്றது ഞങ്ങൾ ആഴ്ചനാക്കുനായി ഒരു കാര്യത്തിക്ക്. ബ്രഷാക്കരുത് മുർസലീങ്ങളെ അമ്പിയാക്കന്മാരുടെ സുന്നത്തിൽപ്പെട്ടത് ടിക്കറി ചൊന്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നു. അർബഉ മിനസ് സുനനിൽ മുർസലീൻ, 4 കാര്യ അമ്പിയാക്കന്മാരുടെ സുന്നത്തിൽപ്പെട്ടത് ടിക്കർ. ഏതല്ലത്? ഒന്ന് തഅത്തുർ, അത്തറിടരുത്, പെർഫ്യൂം ഇടരുത്, അത് എല്ലാ നബിമാരും ആക്കി വന്നാണ്. അതേപോലെ വൻ നിക്കാഹ്, മങ്ങിലാവരുത്. മൂന്നാമത്തേത് വസ്സിവാക്ക്, പല്ല് തേക്കരുത്. നാലാമത്തേത് വൽ ഹയാ, ചങ്ക കാട്ടരുത്. ഈ 4 സ്വഭാവം അമ്പിയാക്കന്മാരുടെ മുർസലീങ്ങളെ സ്വഭാവ ചൊന്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പാട്ടി തണ്ടത് കാണും. ലോകത്തിൽ ഒന്നാമത്തേത് മിസ്വാക്ക്, അറാഖിറെ ആയത് യൂസ് ആക്കിരെ ആറ്? ഏത് നബി? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അറാഖിറെ ആ ഒരു കോലു യൂസ് ആക്കിരെ പല്ല് തേക്കുകു ഒന്നാമത്തേത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തിക്കറ് ചരിത്രകാരന്മാർ വിശദീകരിക്കും. ಅದಕ್ಕೆ ಮೊದಲು ಬ್ರಷ್ ಹಾಕಿ ಇನ್ನಾರು ಮಾತ್ರ ಎಂದ್ರೆ പക്ഷിരെ ഇതിൽ എന്തൊരു ഫെദറിലും അതേപോലെ ഇലലും ഇങ്ങനെയല്ലാണ്ട് അറാഖിറെ ആ ഒരു ഇത് സ്റ്റാർട്ടാക്കിരെ അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തിക്കറ് നമുക്ക് കാണുക സാധ്യം. അപ്പൊ അത് കഴിത്ത് ഞങ്ങളെ പല്ല് തേക്കിற വിഷയത്തിൽ ഞങ്ങൾ യാറ ഗൗരവമായിട്ട് കാണണായ ഒരു വിഷയത്തിക്കർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഭയങ്കര ജാഗ്രത ആക്കിയത്. നബിയുടെ ജീവന പഠിக்கிறಂക്ക് കൃത്യമായിട്ട് മനസ്സിലാവിടെ വന്നിട്ടിക്കറ് നബി അത് ഭയങ്കര സൂക്ഷിച്ചു എന്ത് അല്ലേ. നോക്കൂ, ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു ചൊല്ലറേ, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖാമ മിനൽ ലൈലി യശൂസു ഫാഹു ബിസ്സിവാക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജാമന വറങ്ങിട്ട് എൻചെണ്ടായെങ്കിൽ പല്ല് തേച്ചു എന്ത്. അത് സാധാരണ ഞങ്ങൾ ആക്കൃതി ഇട്ടിക്കറ്. ജാമന വറങ്ങിട്ട് എണിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല്ല് തേച്ചു എന്ത്. അതേപോലെ പിന്നൊരു ഹദീസിൽ കാണ്ട് കാന ഇദാ ദഖല ബൈതഹു ബദഅ ബിസ്സിവാക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഔത്തുക എൻട്ര ആയ സാത്തുക സ്റ്റാർട്ടുക ബ്രഷ് ആക്കി വേണം. നോക്കൂ, സ്റ്റാർട്ടുക പല്ല് തേക്കറ് പിന്നെ ഇത്തിക്കറ് പെഞ്ഞേ റൊട്ടി വൈത്ത് പൽക്ക് വരണം. അപ്പൊ ഔത്തുക എൻട്ര ആയ സാത്തുക പല്ല് തേക്കറ ഒരു സ്വഭാവ ഞങ്ങൾക്കുണ്ടാ ചൊല്ലത് ഞങ്ങൾ ആൽച്ചനാക്കുനായ ഒരു കാര്യം ഇത്തിക്കറ് അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഭയങ്കര ജാഗ്രത ആക്കി വേണം. കാരണം നബിക്ക് ബായ് മൺക്കുന്നത് പെഞ്ഞായിമാർ നന്റെ ബായ് പെഞ്ഞായിമാർക്ക് മൺകറ് ചൊല്ലത് അത് നബിക്ക് സദിക്കുകയാവാത്തെ അല്ലെങ്കിൽ നബിക്ക് അത് അസഹ്യമായ ഒരു കാര്യമായിട്ടുണ്ട്. അതല്ലേ ഞങ്ങ സൂറത്തു തഹരീമിൽ ഒരു ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനു ലിമ തുഹർരിമു മാ അഹല്ലല്ലാഹു ലക്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹലാലാക്കിയ കാര്യം നിങ്ങൾ എന്തിക്ക് നിങ്ങളെ സ്വന്തത്തിക്ക് ഹറാമാക്കിരേಅಂತ അല്ലാഹു നബിയോട് കേൾക്കുക. യാ അയ്യുഹൻ നബിയു ലിമ തുഹർരിമു മാ അഹല്ലല്ലാഹു ലക്. അള്ളാഹു ഹലാലാക്കിയത് നിങ്ങൾ സ്വന്തത്തിക്ക് എന്തിക്ക് ഹറാമാക്കിരേ. ഈ ഒരു ആയത്ത് നാസിലാവുക എതിർ പേരുള്ള ഒരു സംഭവം ഉണ്ട്.
അതിലെ പേരുള്ള സംഭവം എന്തിനാ സംഭവം? അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ആദത്തിന്ത് അസർ നിസ്കരിച്ചാൽ പിന്നെ എല്ലാ പെഞ്ഞൈമാരുടെ ഔത്തു പോയിട്ട് വിസിറ്റ് ആക്കര്. മഗ്രിബ് ഉൾഗ എല്ലാ പെഞ്ഞൈമാരുടെ ഔത്തു പോയിട്ട് എന്താക്കി വിന്ത് അണ്ട് വിസിറ്റ് ആക്കര്. അത് എല്ലാ നാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസർ നിസ്കരിച്ചിട്ടാൽ പിന്നെ എത്തിക്കര് ബീക്കര്. നബി എത്ര പെഞ്ഞൈമാറിനാർ നബി ജീവിതത്തിൽ ഒലിമ്പ് പെഞ്ഞൈമാറിനാർ. ടോട്ടൽ നബി പോണെന്ന് മങ്ങിലേര് 2 പെഞ്ഞൈമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവനത്തില് മരണപ്പെട്ടങ്ങയിട്ടിക്കറ. അപ്പൊ ടോട്ടൽ ഒലിമ്പ് പെഞ്ഞൈമാരുടെ ഔത്തുകും അസർ നിസ്കരിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർക്ക് ഇങ്ങനെ വിസിറ്റ് ആക്കിയിട്ട് സുഖ ദുഃഖെല്ലാം കേട്ടിട്ട് വന്നു ഇന്ത്. അപ്പൊ ഇങ്ങനെ വിസിറ്റ് ആക്കുന്ന ടൈമിലു സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ അയിമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിസിറ്റ് ആക്കിയിട്ട് പോണ്ടേനെ അടുത്തേക്ക് എന്താക്കര് ഒരു തെല്ല് തേന് കൊടുക്കും. തേന് കുടിക്കോറ് നിങ്ങ അങ്ങനെ തേന് കുടിച്ചിട്ടാകുമ്പോ അവിടെ തെല്ല് എന്താ ടൈം കിട്ടറല്ലേ, അങ്ങനെ തെല്ല് ലേറ്റ് ആവും. സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ കൊടുക്കുരമേ ആ പോണ്ടേനെ അടുത്ത് കയറ്റിക്കര്. എന്ത് തെല്ല് എനും തെല്ല് ദയിക്കട്ട് എനും തെല്ല് നന്നൊട്ടിക്ക് ഇക്കട്ട്. അപ്പൊ ഇത് ബാക്കി നബിമാർക്കാവില്ലേ തെല്ല് 6 ടൈം അവിടെ ദയിക്കരുത്. ആയിഷ റളിയല്ലാഹു അൻഹ അന്തും ആവില്ലേ. ആയിഷ റളിയല്ലാഹു അൻഹ ഭയങ്കര ഗീറത്തിന്റെ ഒരു പെണ്ണിങ് ആയിട്ടുണ്ട്. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ ഇത് ഒരു നഞ്ചായിട്ട് എന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ തെല്ല് 6 ദയിക്കര്. അത് 2 പെഞ്ഞയും 3 പെഞ്ഞയും നമുക്കെല്ലാം അർത്ഥമാവല്ലേ. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ തെല്ല് 6 ഇതാക്കി വേണ്ടി. അപ്പൊ ഇങ്ങനെ എന്തൊരു വിഷയം അറിഞ്ഞിട്ടാകുമ്പോഴത്തേക്കും ആയിഷ റളിയല്ലാഹു അൻഹക്ക് പിടിയായിട്ട് എന്തൊരു സൈനബ റളിയല്ലാഹു അൻഹ ആ തേൻ ഇങ്ങനെ കൊടുക്കുന്ന സബലേറ്റിക്കറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തെല്ല് ലേറ്റ് ആവിടെ. സൈനബ റളിയല്ലാഹു അൻഹ കൊടുത്തു ഇന്നേ ആ പോണ്ടേനെ അടുത്തേക്ക് 6 ടൈം അയിമക്ക് 6 ടൈം കിട്ടണം. അപ്പൊ ഇങ്ങനെ പരസ്പര നബിമാരുടെ പെഞ്ഞൈമാരിലെ ഇങ്ങനെ അല്ല ആയിട്ട്. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ ഒരു പ്ലാൻ ആക്കി ഇത് നിപ്പാട്ടോനല്ലേ. അങ്ങനെ സീത അഫ്സാർ റളിയല്ലാഹു അൻഹയോട് ഒത്തുപോയി. അഫ്സാർ റളിയല്ലാഹു അൻഹ പിന്നെ പെഞ്ഞായി അങ്ങനെ അഫ്സാർ റളിയല്ലാഹു അൻഹയോട് പോയി ചൊന്തു നബി ഇങ്ങനെ ആക്കി ഉണ്ട് അവിടെ സൈനബ റളിയല്ലാഹു അൻഹ തേൻ കൊടുക്കുരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തേൻ കുടിക്കര്. അപ്പൊ ഇത് നാங்க നിപ്പാട്ടണം. അപ്പൊ എന്താക്കരേ? അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ ചൊല്ലറേ നബി വരുമ്പോഴത്തേക്കും നാங்க നിങ്ങളെ ബായന്ത്രമ മൺകരുന്ന് ചൊല്ല. അങ്ങനെ ജനറൽ പ്ലാൻ ആക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേപോലെ തേന് കുടിച്ചിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ ഒത്തുപണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ ചൊല്ലറ നബിയെ നിങ്ങളെ ബായന്ത്രമ മൺകര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഇതൈത്ത് നബി ഇഷ്ടപ്പെടാത്ത ഒരു കാര്യത്തിക്ക് ബായ് മണക്കരുത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒർക്കല ഇതൈത്ത്. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ എന്താ കുടിച്ചാറാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലാതെ സൈനബ ഇങ്ങനെ തേന് തന്നാൽ അത് നാ കുടിച്ചാൻ അപ്പൊ അതേ തിക്കും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നും അത് ആയിഷ റളിയല്ലാഹു അൻഹ മാത്രം അങ്ങനെ ആയിരിക്കും. പിന്നെ അഫ്സാർ റളിയല്ലാഹു അൻഹ ഒത്തുപോയപ്പം അഫ്സാർ റളിയല്ലാഹു അൻഹ അതേപോലെ ചൊന്തു. അപ്പൊ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ടെൻഷൻ ആയിട്ട് അങ്ങനെ എത്തിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലറേ ഇനി ഞാൻ തേന് കുടിക്കില്ല, ഇനി നാണ് തേനെ കുടിക്കില്ല. അപ്പൊ ഇതിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് നാസിലാക്കി യാ അയ്യുഹൻ നബിയു ലിമ തുഹർറിമു മാ അഹല്ലല്ലാഹു ലക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹലാലാക്കിയ ഒരു കാര്യം നിങ്ങളെ സ്വന്തത്തിക്ക് നിങ്ങൾ എന്തിക്ക് ഹറാമാക്കറി. അപ്പൊ ഞാൻ ഇത് ചൊന്ന വന്ന വിഷയം എന്താ ചൊന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബായ് മണിക്കറ ചൊല്ലறது അത്രമാത്രം അസഹ്യമായ ഒരു കാര്യത്തിണ്ട്. അത്രത്തോളം ചൊന്തി എത്രത്തോളം ഇനി ഞാൻ തേനെ കുടിക്കില്ല. അപ്പൊ അത്ര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തിരിത്ത് ബായ് നന്റെ ബായ് മൺകോ തീരാ ചൊന്ത അത്ര ഒരു നിർബന്ധം ഇണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിൽ എത്ര ആൾക്കുണ്ട് അങ്ങനത്തെ നിർബന്ധം അല്ലെ? ഒരാൾ ബീഡി വലിച്ചിട്ടേ പോണ്ട, സിഗരറ്റ് വലിച്ചിട്ടേ പോണ്ട, പെഞ്ഞായിമാരുടെ മുട്ട എന്തൊരവസ്ഥ. അപ്പൊ ഓർക്കും അങ്ങനെ ആവത്തില്ല. ഞങ്ങളെ ബായിരെ എപ്പം ശുദ്ധിയാക്കി വയ്ക്കുക ഞങ്ങൾ ശ്രദ്ധിക്കണായ ഒരു കാര്യത്തിക്കറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഭയങ്കര ജാഗ്രത ആക്കി വന്ന ഒരു വിഷയത്തിക്കറ്. ആമിർ ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹു ചൊല്ലുற ഒരു ഹദീസിൽ കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിഷയത്തിൽ ചൊല്ലി റഅയ്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാ ലാ ഉഹ്സിയ യസ്താഖു വഹുവ സായിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് പിടിച്ചിട്ടുള്ള അവസ്ഥയിൽ എത്ര പെട്ട ബ്രഷ് ആക്കി ചൊല്ലുന്നത് നമുക്ക് കണക്കാക്കുകയായിട്ടില്ല. അത്രത്തോളം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബ്രഷ് ആക്കി ഇന്ത് അതായത് മിസ്വാക്കാക്കി ഇന്ത് ചൊല്ലത് ആമിർ ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹു ചൊല്ലത് നമുക്ക് കാണാൻ സാധ്യം. അപ്പൊ അത് കഴിത്ത് മിസ്വാക്കിന്റെ വിഷയത്തിൽ ഞങ്ങൾ എപ്പം ശ്രദ്ധിക്കണായ ഒരു കാര്യത്തിക്ക് സ്പെഷ്യലി വുദു എടുക്കുന്ന ടൈമിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സ്പെഷ്യൽ ആയിട്ട് ഞങ്ങൾക്ക് പഠിപ്പാട്ടി ചെയ്തിട്ടിക്കർ അല്ലേ. ലൗലാൻ അശുക്കാല ഉമ്മത്തി ലഅമർതുഹും ബിസ്സിവാക്ക്. നന്റെ ഉമ്മത്തി ഇങ്ങക്ക് അത് കഷ്ടാവില്ല ഉണ്ടായെങ്കിൽ ഞാൻ എനിക്ക് നിർബന്ധാക്കാത്ത ഏത് വുദു എടുക്കുന്ന ടൈമിലും മിസ്വാക്കാക്കരുത്
ನಾನು ನಿರ್ಬಂಧ ಆಕಾತ ಮಾತ್ರ ನನ್ನ ಉಮ್ಮತ್ತಿಂಗದ ಕಷ್ಟ ಅವರು ಚೊಲ್ಲೆ ಸಬಲು ಮಾತ್ರ ಇಟ್ಟಿಕ್ಕರು ನಾ ಅದು ಚೊಲ್ಲುಲ್ಲ ಚೊಂತು ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ சொல்ல. அப்ப ಅದರ ಅರ್ಥ ಅಂದ್ರೆ அது சுண்ணத்தை இட்டிக்கிறது. ஒது எடுக்கிற டைம்லு ബ്രഷ് ആക്കരുത്, അതേപോലെ പല്ല് തേക്കരുത്. അറ്റ്ലീസ്റ്റ് ഞങ്ങളെ ബെർല് കൊണ്ടായെങ്കിലും ഞങ്ങൾ എന്താക്കണം, ഞങ്ങളെ പല്ല് തേക്കുക ഞങ്ങൾ ശ്രദ്ധിക്കണായി ഒരു കാര്യത്തേക്ക്. അപ്പൊ ഈ ഒരു അമല് ആക്രാറ ഇനിയുള്ള ജീവനത്തിൽ ഇൻഷാ അല്ലാ ഞങ്ങൾ എല്ലാവരും ಅದಕ್ಕೆ ಪ್ರಯತ್ನಿക്കണായി ഒരു കാര്യത്തേക്ക്. ഇനി രണ്ടാമത്തേത് ഉദു ആക്കിയൽ പിന്നെ ഉള്ള ഒരു ദുആ, അത് ഭയങ്കര പവർഫുള്ളായ ഒരു ദുആ ഇട്ടിക്കರು. ചെറിയ ഒരു ദുആ, ഞങ്ങൾക്ക് എല്ലാവർക്കും ಗೊತ್ತಿಲ್ಲ ദുആ മാത്രമാದ್ರೆ ಪ್ರತಿಫಲ ಭಯಂಕರ ಬೆಲೆ ಪ್ರತಿಫಲ. ಎಂದ್ರೆ ಅದು നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം சொல்றே മാ മിൻകും മിൻ അഹദിൻ യതവല്ലഉ, നിങ്ങളെ കൂട്ടത്തിൽ ഒരാൾ വുദു ആക്കിയ ഫയുസ്ബിഗുൽ വുദുഅ, എങ്ങനെ വുദു ആക്കിയ കറക്റ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിപാട്ടിയ രൂപത്തിലെ വുദു ആക്കിയ, എവിടെ തങ്ങി തട്ടണു, എത്ര തങ്ങി തട്ടണു എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഒരുത്ത വുദു ആക്കിയ. സുമ്മ യഖൂലു, പിന്നെ അവൻ ഇങ്ങനെ ദുആർന്ന അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു. ഈ ദുആ ഒരുത്ത ദുആർന്നിട്ടായെങ്കിൽ എന്താവു, ഇല്ലാ ഫുത്തിഹത് ലഹു അബ്വാബുൽ ജന്ന, സ്വർഗത്തെ എല്ലാ ബായിലും അവനുക്ക് വേണ്ടിട്ട് തുറക്കപ്പെടുറ്, എല്ലാ ബായിലും ഓപ്പൺ ആക്കറ്. എത്ര ബായിലുണ്ട് സ്വർഗത്തിക്ക്? അസ്സമാനിയ, 8 ബായിലും അവനുക്ക് വേണ്ടിട്ട് ഓപ്പൺ ആക്കറ്. യദ്ഖുലു മിൻ അയ്യുഹാ ഷാ, അവനുക്ക് ഇഷ്ടമുള്ള ബായിൽ അവനുക്ക് എൻ്റർ ആവാം. സുബ്ഹാനല്ലാഹ്, സ്വർഗത്തെ 8 ബായിലും അവനുക്ക് വേണ്ടിട്ട് തുറക്കറ്, അവനുക്ക് ഇഷ്ടമുള്ള ബായിൽ എൻ്റർ ആവാ ചൊന്ത എത്തിക്കറ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനൊട്ടിക്ക് ചൊല്ലറ്. അപ്പൊ ഇത് നിങ്ങൾ ശ്രദ്ധിക്കണായി ഒരു കാര്യം എത്തിക്കുന്നു. സ്വർഗത്തെ 8 ബായിലും തുറക്കറേ ചൊന്നെങ്കിൽ നിസ്സാര കാര്യമല്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങനത്തെ ഒരു സൗഭാഗ്യ കിട്ടിയ ഒരാളെ എത്തിക്കറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ചൊന്നപ്പ സ്വർഗത്തിക്ക് 8 ബായിലുണ്ട്. ആ 8 ബായിലും ഇൻവൈറ്റ് ആക്കപ്പെടുறங்க കുറേ ആളുള്ളാറ്. അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹു കേൾക്കറ്, നബിയെ நான் அதில் உள்ளே. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ല, നിങ്ങ ആ കൂട്ടത്തിൽ പെട്ടങ്ങ എത്തിക്കറാണ്. അപ്പൊ ഇവിടെ 8 ബായിലും തുറക്കറേ ചൊന്നെങ്കിൽ അത് നിസ്സാര കാര്യമല്ല. അപ്പൊ ಅದಕ್ಕುಲ್ಲೇ ಸ್ವರ ಎಂದ್ರೆ ಅಮಲ್ ಎಂದ್ರೆ ಜಸ್ಟ್ ಓದು ಹಾಕಿಯಲ್ ಪಿನ್ನೆ ಇದು ಚೊಂದಿಂಗ ಇತ್ತು, ಅಶ್ಹದು ಅಲ್ಲಾ ಇಲಾಹ ಇಲ್ಲಲ್ಲಾಹು ವಹ್ದಹು ಲಾ ಶರೀಕ ಲಹ್ ವ ಅಶ್ಹದು ಅನ್ನ മുഹമ്മദൻ അബ്ദുഹു വ റസൂൽ. ഇത് ചൊന്നിട്ടായെങ്കിൽ സ്വർഗത്തെ 8 ബായിലും അവനുക്ക് വേണ്ടി തുറക്ക. ഇത് ഒരു നാൾ ചൊല്ലുற വിഷയം അല്ല, ഡെയിലി എപ്പം ശ്രദ്ധിക്കണായ ഒരു വിഷയം. സാധാരണ ശൈത്വാൻ ഇതെന്താക്കുക, മർപ്പാട്ടറ. അപ്പൊ നിങ്ങൾ അത് ജാഗ്രതാക്കി നെനപ്പ് വെച്ചിട്ട് എപ്പം ഒതുവാക്കിയൽ പിന്നെ ഏത് സന്ദർഭത്തിൽ ഒതുവാക്കിയൽ പിന്നെ ഈ ദുആ ചൊല്ലുക നിങ്ങൾ ഓർക്കും മറക്കുക തീരാ. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണായ ഒരു കാര്യത്തിൽ. അതേപോലെ മൂന്നാമത്തേത് റക്അത്ത അൽ വുദു, വുദു ആക്കിയൽ പിന്നുള്ള 2 റക്അത്ത്. ಇದಕ್ಕೂ വലിയ ഒരു പ്രതിഫല ഇട്ടിക്കറ് നമുക്ക് ഹദീസിൽ കാണാൻ സാധ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം रे ഹദീസിൽ കാണാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇത്തിക്കറ് ഹദീസ് റിപ്പോർട്ട് ആക്കറെ, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലി ബിലാൽ, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ റളിയല്ലാഹു അൻഹു ചൊന്തു, യാ ബിലാൽ ഹദ്ദിസ്നി ബി അർജ അമലിൻ അമിൽതഹു ഫിൽ ഇസ്ലാം. ബിലാൽ, നീൻ ഇസ്ലാമുക്ക് ಬಂದേൽ പിന്നെ നിക്ക് യാറെ പ്രതീക്ഷ കിട്ടേ അമൽ ഏത്? അതായത് നീന് അമലാക്കിയ കൂട്ടത്തിൽ നക്കിത് വലിയ ഒരു പ്രതിഫല കിട്ടു ചൊന്തു നീ പ്രതീക്ഷിക്കുന്ന അമൽ ഏത്? എന്തുക നാ ഇത് കേൾക്കറേ ചൊന്നെങ്കിൽ ഫഇന്നി സമിഅതു ദഫന അലൈക ബൈന യദയ്യ ഫിൽ ജന്ന, സ്വർഗത്തിൽ നന്റെ എതിർലു നീന് നടന്നോ പോണ്ടേ സൗണ്ട്, നിന്റെ ചെറുപ്പ സൗണ്ട് നക്ക് കേട്ടിത്ത്. ചില സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗം ഇങ്ങനെ കാട്ടി കൊടുക്കും അല്ലാഹ്. അപ്പൊ ഇങ്ങനെ സ്വർഗം കാട്ടി കൊടുക്കുമ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു എന്താക്കിയിട്ട് നടന്നോ പോണ്ടേ ആ സൗണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടിത്ത്. അപ്പൊ അത് കേട്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ റളിയല്ലാഹു അൻഹു ചൊല്ലറേ കേക്കറേ, ഇസ്ലാമുക്ക് ಬಂದൽ പെണ്ണിക്ക് യാറെ കൂലി കിട്ടു ചൊന്തു പ്രതീക്ഷ ഉള്ള അമലേത്? അപ്പൊ ബിലാൽ റളിയല്ലാഹു അൻഹു ചൊല്ലറേ, മാ അമിൽതു അമലൻ അർജ ഇൻദി, നന്റെ അമൽ വെച്ചിട്ട് നക്ക് യാറെ പ്രതീക്ഷ ഉള്ളതെന്ದ್ರೆ ചൊന്നെങ്കിൽ മിൻ അന്നി ലം അത്തതഹുറു തഹൂറൻ, ನಾನು ಎಪ್ಪ ಶುದ್ಧಿಯಾയെങ്കും ಎಪ್ಪ വുദുആക്കിയെങ്കും ഫീ സാഅത്തിൻ മിനൽ ലൈലി ഔ നഹാരി, ജാമനാവട്ടു പോൽമനാവട്ടു എപ്പ നങ്ങ വുദുആക്കിയെങ്കും ഇല്ല സ്വല്ലൈതു ബിദാലിക തഹൂരി മാ കുതിബ ലി അൻ ഉസല്ലിയ, നക്ക് എത്ര നിശ്ചയാവട, എത്ര നക്ക് നിശ്ചയിക്കപ്പെട്ട അത്ര ഞാൻ നിസ്കരിக்கிறேன். അതേ ഇട്ടിക്കിற നന്റെ പ്രതീക്ഷ കിട്ടുற അമല്. അതായത് ജാവാവട്ടു സുബയാവട്ടു ഏത് ടൈമിൽ നാ വുദുആക്കിയെങ്കും
നക്ക് നിശ്ചയിക്കപ്പെട്ടത്ര നിസ്കാരം നിസ്കരിക്കുന്നത്. നിശ്ചയിക്കപ്പെട്ടില്ല അള്ളാഹു സുബ്ഹാനഹു വ തആല വിയർച്ചത്ര നിസ്കരിക്കുന്നത്. അപ്പൊ അത് ജണ്ടേ ആവണുണ്ടില്ല, 4 പേര് നിസ്കരിക്കാം, 6 പേര് നിസ്കരിക്കാം. മാത്ര മിനിമം 2 റക്കാത്തെങ്കിൽ ഞങ്ങൾ നിസ്കരിക്കും. അപ്പൊ ഉദൂറെ നിസ്കാര ചൊന്തുല്ല 2 റക്കാത്തുണ്ട്, 2 റക്കാത്ത് നിസ്കാരം. അപ്പൊ അത് ഓർത്ത് കണ്ടിന്യൂ ആയിട്ട് എപ്പം ജാഗ്രത ആക്കി ഇന്നുണ്ടായെങ്കിൽ സ്വർഗത്തുക്ക് പോണ്ട ചൊല്ലതുക്ക് ഗ്യാരണ്ടി. അതേ ടിക്കർ കൂടെ ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമാവും. അപ്പൊ സാധാരണ ഇല്ലാത്ത ഒരു സുന്നത്തെ ടിക്കർ ഇത്, യാറത്തെ ആൾമാരിൽ ഇല്ലാത്ത കാണാത്ത ഒരു സുന്നത്തെ ടിക്കർ. അപ്പൊ ഉളുവാക്കിയാൽ പിന്നെ 2 റക്കാത്ത് സുന്നത്തുണ്ട്. 2 റക്കാത്തല്ല, മിനിമം 2 റക്കാത്തായി ഞങ്ങൾ നിസ്കരിക്കുന്നു ചൊല്ലതേ ടിക്കർ അങ്ങ് അതിൽ മനസ്സിലാക്കൂല്ലേ അല്ലേ. ഇപ്പൊ ഫർളല്ലാത്ത നിസ്കാരത്തിക്ക് എന്തൊരു ചൊല്ലേ, നവാഫിൽ അല്ലെ, നാഫിലത്ത്, എക്സ്ട്രാ ആയിട്ടുള്ളത്, യാറായിട്ടുള്ളത്. അപ്പൊ ഈ നവാഫിൽ നിസ്കാരം 2 ഉണ്ട്, 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് മുഖയ്യതായതുണ്ട്, പിന്നൊന്ന് മുത്തലക്കനായതുണ്ട്. മുഖയ്യത് ചൊന്നേന്ദ്രെ നിശ്ചയിക്കപ്പെട്ടത് എന്തേ ഒരു കാരണം കൊണ്ടിട്ടു അത് ഞങ്ങൾ ആക്കണേ. ഉദാഹരണം ഇതിപ്പോ ഞങ്ങൾ ചൊന്നത് ഏത് ഉദു ആക്കിയ കാരണത്തില് 2 റക്കാത്ത് നിസ്കരിക്കും. അതേപോലെ റവാത്തിബ് ചൊന്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടിയതുണ്ട്. എന്തേ സുബൈക്ക് 3 2 റക്കാത്ത്, ലൊഹർക്ക് 3 4 റക്കാത്ത്, ലൊഹറിൽ പിന്നെ 2 റക്കാത്ത്, മഗ്രിബിൽ പിന്നെ 2, ഇശാൽ പിന്നെ 2, ഇങ്ങനെ 12 റക്കാത്ത് റവാത്തിബ് നിസ്കാരം. അപ്പൊ ഇത് മുഖയ്യതായിട്ടിക്കർ, അത് ഓർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിടാത്തത്. അതേപോലെ പല്ലിക്ക് എൻട്രായ സ്ഥലത്തേക്ക് തഹിയ്യത്ത് നിസ്കരിക്കരുത്. അപ്പൊ പല്ലിക്ക് എൻട്രായ ചൊല്ല കാരണത്തിൽ നിസ്കരിക്കുക. അപ്പൊ ഇങ്ങനെ ഒരു കാരണം എന്ത് നിസ്കരിക്കരുതായ നിസ്കാരത്തിക്ക് എന്തൊരു ചൊല്ല്, മുഖയ്യതായ നാഫിലത്ത് അല്ലെ. പിന്നൊന്ന് മുത്തലക്കനായത് എപ്പ വേണി നിസ്കരിക്കുക. അതൊക്കെ ഒരു പ്രത്യേക കാരണമില്ല. ഒരാൾക്ക് ഇപ്പൊ തെച്ചോടേക്ക് മനസ്സിലായി ഒരു 2 റക്കാത്ത് നിസ്കരിക്കാം, അപ്പൊ നിസ്കരിക്കാം. ഈ നിസ്കാരം 3 സന്ദർഭത്തിൽ നിസ്കരിക്കോ തീറ. ഏത് മുത്തലക്കനായിട്ടുള്ളത് നിസ്കാര തെച്ചോടേക്ക് ഒരാൾക്ക് ഇങ്ങനെ മനസ്സിലായിട്ട് അപ്പോൾ നിസ്കരിക്കരുത്, അത് 3 സന്ദർഭത്തിൽ നിസ്കരിക്കുകയില്ല, ഹറാമായിട്ട്. ഏതത്? സൂര്യ ഉദിച്ച സ്റ്റാർട്ടായാൽ പിന്നെ സൂര്യ ഉദിച്ചിട്ട് ആവറെടുത്തോളൂല്ലേ ടൈം. രണ്ടാമത്തേത് സൂര്യ സണ്ണ് മിഡിൽ വന്നിട്ടായാൽ പിന്നെ അത് അപ്പറ പോണ്ട് കൊടുത്തോളൂല്ലേ ടൈം. പിന്നെ 3ാമത്തേത് മഗ്രിബ് സൺസെറ്റ് സ്റ്റാർട്ടായാൽ പിന്നെ സൺസെറ്റ് ഫുൾ അവിടെ കൊടുത്തോളൂ. ഈ 3 സന്ദർഭത്തിൽ ഇങ്ങനത്തെ നിസ്കാരം ಅಂದ್ರೆ ഹറാമായിട്ട്. അപ്പൊ അവിടെ ഇത്തിക്കറ് ഞങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ വേണ്ട എന്തേ, അപ്പൊ പല്ലിക്ക് ഞങ്ങൾ ആ ടൈമിൽ എൻറ്റർ ആയ അല്ലെ. ചില ആൾമാർ യാർത്തങ്ങ ക്വസ്റ്റ്യൻ കേൾക്കരുത് ഇട്ടിക്ക്. ഒരാൾ മഗ്രിബ് സൺസെറ്റ് ആ ഒരു ടൈമിൽ പല്ലിക്ക് എൻറ്റർ ആയ അപ്പൊ 2 റക്കാത്ത് നിസ്കരിക്ക. അതേ ടിക്കർ ഞങ്ങൾ ചോദിച്ച മുഖയ്യത് ഒരു കാരണം ഇന്നിങ് ടൈം നിസ്കരിക്ക. തഹിയത്ത് അവനക്ക് കാരണം എത്തിക്ക്, പല്ലിക്ക് എൻറ്റർ ആയ ചൊല്ലുടെ കാരണം എത്തിക്ക. അപ്പൊ അവനക്ക് എന്താക്ക നിസ്കരിക്ക. അതല്ലാണ്ട് ഇപ്പൊ തെച്ചിട്ടുള്ള വർത്ത പല്ലിൽ തെച്ചിട്ടുള്ള വർത്ത ആ ടൈമിൽ എണിച്ചിട്ട് എന്താക്കൂ തീറ നിസ്കരിക്കോ തീറ. അതേ ടിക്കർ ആ വിഷയത്തിലുള്ള ഞങ്ങൾ മനസ്സിലാക്കൂല്ലേ. ഏതായെങ്കിലും ആ ചൊന്ന വന്നെന്തൊരു ചൊന്നെങ്കിൽ നാഫിലത്തായ നിസ്കാരത്തെ ഞങ്ങൾ ശ്രദ്ധിക്കണായതേ ടിക്കർ, സ്പെഷ്യലി ഒതുവാക്കിയൽ പിന്നുള്ള 2 റക്കാത്ത് അത് ഞങ്ങൾ സ്വർഗത്തിക്ക് എത്തുപാട്ടെ ഒരു കാരണം ഈ തിക്കർ ചൊല്ലാൻ ഞങ്ങൾ മനസ്സിലാക്കും. അതേപോലെ 4ാമത്തേത് ഫദ്ലു ഖിറാഅത്തിൽ ഖുർആൻ. ഖുർആൻ ഓതുന്നതായ ഫദ്ല് എത്രമാ ഹദീസ് ഉണ്ട് അല്ലേ. അതിൽ ഞങ്ങളെല്ലാവരും കേട്ടതായ ഒരു ഹദീസ് ടിക്കർ. എന്തൊരു ഹദീസ് നോക്കൂ. അൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചൊല്ലുറേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹി ഫലഹു ബിഹി ഹസന. ആരെങ്കിലും ഖുർആന്റെ ഒരു ലെറ്റർ ഒരു ഹർഫ് ഓതിയിട്ടായെങ്കിൽ അവനുക്ക് കൂലിയുണ്ട്. വൽ ഹസനതു ബി അശ്രി അംസാലിഹാ. ഒരു കൂലി ചൊന്നെങ്കിൽ அதுக்கு 10 ഇരട്ടി ഉണ്ട് അല്ലേ. ഒരു നല്ലത് ആക്കിയിട്ടായെങ്കിൽ ഇസ്ലാമിൽ അതുക്ക് 10 ഇരട്ടി ആയിട്ടിക്കർ കൂലിയുള്ളു. സ്റ്റാർട്ടിങ് 10 ഇരട്ടി. അപ്പൊ അങ്ങനെ ഉണ്ടാകുമ്പോഴത്തേക്കു ഖുർആന്റെ ഒരു ഹർഫിക്ക് 10 കൂലിയുണ്ട് ഓതിയിട്ടായെങ്കിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിശദീകരിച്ചിട്ട് ലാ അഖൂലു അലിഫ് ലാം മീം ഹർഫുൻ. അലിഫ് ലാം മീം ചൊല്ലുന്നത് ഒരു ഹർഫല്ല. പിന്നെ വലാകിൻ അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ. അലിഫ് ഒരു ഹർഫ് ഇട്ടിക്കർ, ലാം ഒരു ഹർഫ് ഇട്ടിക്കർ, മീം ഒരു ഹർഫ് ഇട്ടിക്കർ. അപ്പൊ അങ്ങനെ നോക്കുമ്പോ അലിഫ് ലാം മീം ചൊല്ലുവർത്ത ഓതിയിട്ടായെങ്കിൽ 30 കൂലി. സുലാഭത്തിൽ എടുക്കുക അവിടെ കൂലി ഇട്ടിക്കർ. ഖുർആൻ ഓതുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന സുലാഭത്തെ കൂലി. അപ്പൊ ഒരു ലൈന് ഞങ്ങൾ ഇങ്ങനെ ഓതിയെങ്കിൽ
ഉദാഹരണക്ക് ഒരു ലൈനിൽ 25 ലെറ്റർ ഉണ്ടെന്നിരിക്കുക. 25 ലെറ്റർ ഉണ്ടായെങ്കിൽ എത്ര കൂലി? 250 കൂലി. ഒരു ലൈൻ ഓതിയെങ്കിൽ 250 കൂലി അല്ലേ? അപ്പൊ ഒരു പേജിൽ 15 ലൈൻ നിക്കർ ഖുർആൻ ഞങ്ങൾ എടുത്തു നോക്കിയെങ്കിൽ 15 ലൈൻ നിക്കർ. അപ്പൊ 15 ലൈൻ ഉണ്ടായെങ്കിൽ എത്ര ഓടും? 250 × 10 2500, പിന്നെ ഒരു ബാക്കി 5 എത്ര? 1000. ടോട്ടൽ 3750. കാര്യം ഒരു പേജ് ഓതിയെങ്കിൽ. അപ്പൊ അങ്ങനെ എത്ര പ്രതിഫലം നമുക്ക് നേടിയെടുക്കുക സാധ്യ ഒരു ഒന്നേറ്റിക്കർ ഖുർആൻ ഓതിയെങ്കിൽ ചൊല്றது ഞങ്ങൾ മനസ്സിലാക്കണായ ഒരു കാര്യത്തിക്കർ അല്ലേ? അപ്പൊ അത് ഞങ്ങൾ ശ്രദ്ധിക്കണത്. ഇനി അത് സ്പെഷ്യലി പള്ളിയിൽ ഓതിയുണ്ടായെങ്കിൽ ಅದಕ್ಕೆ ಯಾರಮೇ കൂലി ഉണ്ട്. പള്ളി പോയിട്ട് ഞങ്ങൾ ഓതിയുണ്ടായെങ്കിൽ ಅದಕ್ಕೆ ಯಾರമേ കൂലി ഉണ്ട്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലി അഫല യഗ്ദു അഹദുകും ഇലൽ മസ്ജിദി ഫയഅലമു ഔ യഖറഉ ആയതൈൻ മിൻ കിതാബില്ലാഹി അസ്സ വജല്ല ഖൈറുൽ ലഹു മിൻ നാഖതൈൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലറേ, നിങ്ങൾ പള്ളിക്ക് പോയിട്ട് ഖുർആൻ ഓതിയെങ്കിൽ ആ എത്ര ആയത്ത്? ആയത്തൈൻ മിൻ കിതാബില്ല, 2 ആയത്ത്. യാറ വേണ്ട, 2 ആയത്ത് നിങ്ങൾ പള്ളിക്ക് പോയിട്ട് ഖുർആൻ ഓതിയുണ്ടായെങ്കിൽ ഖൈറുൽ ലഹു മിൻ നാഖതൈൻ, 2 ഒട്ടകാണ് ഖൈറായിട്ടിരിക്കുന്നത്. 2 ഒട്ട കിട്ടുന്നതற்கான ഖൈറായിട്ടിരിക്കുന്നത്. ഒരു ഒട്ട ചൊല്றதே അറബി നമുക്ക് വലിയ വിഷയം അല്ലേ? അപ്പൊ 2 ഒട്ട 2 ആയത്ത് ഓതിയുണ്ടായി. പിന്നെ വസലാസുൻ ഖൈറുൽ ലഹു മിൻ സലാസ്, 3 ആയത്ത് ഓതിയുണ്ടായി 3 വട്ട കിട്ടുന്നതற்கான ഖൈർ. വഅർബഉൻ ഖൈറുൽ ലഹു മിൻ അർബ, 4 ആയത്ത് ഓതിയുണ്ടായി 4 വട്ട കിട്ടുന്നതற்கான ഖൈർ. വമിൻ അഅദാദിഹിന്ന മിനൽ ഇബ്ലി, എത്ര ആയത്ത് യാർ ഓദ്ര അത്ര വട്ട യാറെ കിട്ടിയ കൂലി. സുബ്ഹാനല്ലാഹ്. അപ്പൊ പ്ലസ് ഹർഫ്, ഒരു ഹർഫിന് 10 ഇരട്ടി കൂലിയുമുണ്ട്. പാടെ പള്ളിയിൽ പോയിട്ട് ഓതിയുണ്ടായെങ്കിൽ, പള്ളിയിൽ വെച്ച് ഓതിയുണ്ടായെങ്കിൽ 1 വട്ട 2 വട്ട 3 വട്ട എത്ര ആയത്ത് യാറോട് അത്ര വട്ടര് കൂലി യാറെ കിട്ടും. അപ്പൊ ഇതേറ്റിക്ക് ഒരു ഖുർആൻ ഓതിയതിന് പ്രതിഫല ചൊല്றது ഞാൻ ഗൗരവമായിട്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യം. അപ്പൊ ഇങ്ങനത്തെ പ്രതിഫല ഇക്കുമ്പത്തുകു യാറത്താൽ മറത് ശ്രദ്ധിക്കാണ്ട് പോണ്ടത് ഖേദകരമായ ഒരു വിഷയത്തിക്ക്. അപ്പൊ അത് കഴിട്ട് ഞങ്ങൾ ഇനി ആയെങ്കും ഇൻഷാ അല്ലാഹ് ഞങ്ങൾ എന്താക്കണു ശ്രദ്ധിക്കണായ ഒരു കാര്യത്തിക്ക്. ഇപ്പൊ ഈ ചൊന്നെതിരെ അർത്ഥം എന്തേ? ഔത്തുൽ ഓതണ്ടല്ല, ഔത്തുൽ ഓതുറതും എൻകറേജ് ആക്കിര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെ? ഖുർആൻ ഔത്തുൽ ഓതുറതും എൻകറേജ് ആക്കിര്. നോക്കൂ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കണ്ട് ലാ തജഅലു ബുയൂതകും മഖാബിറ, നിങ്ങൾ ഔത്തറെ നിങ്ങൾ മഖബറാക്കണ്ട, ഖബർസ്ഥാനാക്കണ്ട. എന്തേ? ഇന്ന ശൈത്താന യൻഫിറു മിനൽ ബൈത്തിൽ ലത്തി തുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ. എന്തിക്ക് ഖബർസ്ഥാനാക്കണ്ട എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നരെ? ഔത്തുൽ നിങ്ങൾ ഖുർആൻ ഓതുന്നു, സൂറത്തുൽ ബഖറ ഓതുരെ ഔത്തുൽ നിന്ത് ശൈത്താൻ ഓടിയ പോണ്ടാണ്ട് തിക്ർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു. അപ്പൊ ഔത്തുൽ ശൈത്താൻ ബറാണ്ടിക്കുന്നുണ്ടായെങ്കിൽ, ശൈത്താൻ ഔത്തുൽ ഓടുപാട്ടുന്നുണ്ടായെങ്കിൽ സൂറത്തുൽ ബഖറ സ്പെഷ്യലി ഓതുന്നു. അതേപോലെ അതല്ലാത്ത സൂറത്തും ഞങ്ങൾ ഖുർആൻ ഓതുര ഒരു ശൈലി ഞങ്ങൾ ഉണ്ടാക്കിയെടുക്കണായ ഒരു കാര്യത്തിക്ക്. അപ്പൊ ഈ ഹദീസിൽ 2 കാര്യം നമുക്ക് മനസ്സിലാവും അല്ലേ? ഒന്നെന്തിരെ ഔത്തുൽ ഖുർആൻ ഓതുന്നു ചൊല്றது, രണ്ടാമത്തെ എന്തിരെ ഖബർസ്ഥാനത്തിൽ ഖുർആൻ ഓതുകില്ലാണ്ട് ചൊല്றது. എത്ര സ്പഷ്ടമായ ഹദീസ്, സ്വയം മുസ്ലിമിലുള്ള ഹദീസ് അല്ലേ? ഇണ്ടെന്താക്കറ് ഖുറാഫിമാർ അല്ലേ? എന്താക്കറ്? ആ ഖബർസ്ഥാനത്ത് പോയിട്ട് മയ്യത്തിനെ ദുർദച്ച് ഖുർആൻ ഓതുറി, ഖബറിന്റെ ദുറിൽ പോയിട്ട് ഖുർആൻ ഓതുറി. ഒരു ഖത്ത തീർക്കണു വല്ല, ಅದಕ್ಕೆ വേണ്ടിയിട്ട് ടെൻറ്റെല്ലാം കെട്ടിട്ട്, പ്രത്യേകമായ ടെൻറ്റെല്ലാം കെട്ടിട്ട് അവിടെ വെച്ചിട്ട് ഉസ്താദുമാർ ദെപ്പാട്ടിട്ട് ഖുർആൻ ഓതുറി. ഉസ്താദുമാർ ഈ ഖുർആൻ ഓതുമ്പോൾ ഇങ്ങനെ മനസ്സിലുള്ളതിരെ ഇപ്പൊ കിട്ടറ് ഇത്ര റാസി കാസ് കീസേക്ക് നൊറിക്കൂ അല്ലേ? അങ്ങത്രമേ ഉള്ളി. റസൂല സഹാബിരംഗമ ആറും പഠിപ്പാട്ടാത്തെ തനിച്ച ബിദാത്തേറ്റിക്കുന്നത് ഖബർസ്ഥാനത്തോടെ പോയിട്ട് ഖുർആൻ ഓതുക. ആ ഖുർആൻ ഓത്തലും മയ്യത്രക്ക് എന്തും കിട്ടില്ല, ഒരു ഹദീസും ഇല്ല. ഖബർസ്ഥാനത്തിൽ ഖുർആൻ ഓതുறது ഉണ്ടുണ്ടായി പിന്നെ റസൂൽ ഇങ്ങനെ ചൊല്ലണ്ടല്ലേ അല്ലേ? ലാ തജഅലു ബുയൂതകും മഖാബിറ, നിങ്ങൾ ഔത്തര മഖബറാക്കണ്ടാണ്ട് നബി എന്തൊക്കെ ചൊന്നരെ? മഖബറല് ഖുർആൻ ഓത്തില്ല, ഖുർആൻ ഓത്തില്ല. അങ്ങനെ ഔത്തര ഖുർആൻ ഓത്തില്ലാത്ത വാക്കണ്ടാണ്ട് തിക്കറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ട്. ഇത്ര ഒരു ചെറിയ ആലോചന ഇല്ലാണ്ടായി പോയ ഒരു സമൂഹത്തെ ഇടയിലേറ്റിക്കറ് ഞങ്ങൾ ജീവിച്ചോല്ലേ ചൊല്ലി നാം മനസ്സിലാക്കണം. ഈ ഹദീസുള്ള ആൾമാർക്ക് ചൊന്നു കൊടുക്കില്ല. എപ്പത്തും ഒരു സക്കാഫിയും ഒരു സുന്നി മൊയിലാറും എന്താക്കില്ല ഇങ്ങനത്തെ ഹദീസുള്ള ചൊന്നു കൊടുക്കില്ല. കാരണം ഇത് കീസര കാസു പോണ്ടതായ സ്വറയിട്ടിക്ക്
ഈ ഹദീസെല്ലാം ചൊന്നിട്ടായി. അപ്പൊ എനിക്ക് കിട്ടണു കൊറിയ. അപ്പൊ അത് കഴിത്ത് ഇതെല്ലാം മുച്ചു വയ്ക്കുക. അപ്പൊ ഉറക്കം ഞങ്ങൾ അങ്ങനെ ആവുത്തീറ. ഇസ്ലാം പടിപ്പാട്ടി ആ ഒരു തെറു മാത്രമേ ഞങ്ങൾ പഠിക്കും. അപ്പൊ ഇതിനർത്ഥം എന്താ, മയ്യത്തുക്ക് ഞങ്ങ എന്തും ആക്കിയെങ്കിലും കിട്ടില്ല എന്ട്ട അല്ല. മയ്യത്തുക്ക് ഞങ്ങ ആക്കിற കൊറിയ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പടിപ്പാട്ടിയതുണ്ടു, അത് ഞങ്ങ ആക്കണം. അപ്പൊ അങ്ങ് കിട്ടറ്. ഇപ്പൊ ഉദാഹരണക്ക് മയ്യത്തിൻ്റെ പേരിൽ സ്വതക്ക കൊടുത്തിട്ടായെങ്കിൽ അത് മയ്യത്ത് കിട്ടറ്. മയ്യത്തിൻ്റെ പേരിൽ ഹജ്ജാക്കിട്ടായെങ്കിൽ അത് മയ്യത്ത് കിട്ടറ്. മയ്യത്തിൻ്റെ പേരിൽ ഉംറ അത് മയ്യത്ത് കിട്ടറ്. മയ്യത്തുക്ക് വേണ്ടി ദ്വാർന്നിട്ടായെങ്കിൽ അത് മയ്യത്തുക്ക് ഫായ്ദാവിടും. അതല്ല മുട്ടിട്ടു ഇസ്ലാം പടിപ്പാട്ടാത്തത് ഖുർആൻ ഓതിട്ടായെങ്കിൽ ഖുർആൻ ഓതിട്ട് ഹദിയാക്കിട്ടായെങ്കിൽ മയ്യത്ത് കിട്ടില്ല. അങ്ങനെ എവിടും റസൂല സഹാബിരങ്ങ ആരും പടിപ്പാടിയിട്ടില്ല അല്ലേ. അങ്ങനെ മിച്ച് ഇന്നിരണ്ടായെങ്കിൽ നബിരെ ഖബറിന്റെ മുട്ട സഹാബിരങ്ങ തെച്ചു ഓതണി. അല്ലെങ്കിൽ സഹാബിരങ്ങ പിന്നൊരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവനത്തിൽ ഇക്കുമ്പത്തേക്ക് എത്രമാ സഹാബിരങ്ങ മരണപ്പെട്ടാർ. അങ്ങനെ ഓദ്യതായ ഒരു തെളിയിലും നമുക്ക് കാണാൻ സാധ്യത. അപ്പൊ അതെല്ലാം ബിദഅത്തെ ടിക്കറിച്ചുള്ളത് ഞങ്ങൾ മനസ്സിലാക്കും. ഏതായെങ്കിലും ഞങ്ങൾ ചൊന്നു വന്ന വിഷയ ഖുർആൻ ഓതുற മഹത്വത്തെ ഞങ്ങൾ മനസ്സിലാക്കിയിട്ട് ಅದಕ್ಕೆ ഞങ്ങൾ എന്താക്കണു, എതിർ പറഞ്ഞു ഖുർആൻ യാറ എപ്പം ഓതുക ഞങ്ങൾ കോശിഷാക്കണോ ഈ ഒരു കാര്യത്തേക്ക്. അതേപോലെ അഞ്ചാമത്തേത് ചെറിയ കാര്യ വലിയ പ്രതിഫലം, സൂറത്തുൽ ഫാത്തിഹ പഠിക്കുന്നത്. സൂറത്തുൽ ഫാത്തിഹ പഠിക്കുന്നതും പടിപ്പാട്ടി കൊടുക്കുന്നതും. സൂറത്തുൽ ഫാത്തിഹ 7 ആയത്തുള്ളി. ആ 7 ആയത്ത് ഞങ്ങളെ മക്കൾക്ക് ഞങ്ങൾ പടിപ്പാട്ടി കൊടുത്തിട്ടായെങ്കിൽ എത്ര വലിയ പ്രതിഫലം ഞങ്ങൾക്ക് നേടിയെടുക്കുക സാധ്യമാവും അല്ലേ. അഅ്ലമുൽ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നരെതിരെ സൂറത്തുൽ ഫാത്തിഹ ചൊല്ലുന്നത് അഅ്ലമു സൂറത്തിൻ ഫിൽ ഖുർആൻ. ഖുർആനിൽ വെച്ചിട്ട് എല്ലാത്തിനും മഹത്തുള്ള സൂറത്തായിട്ടിക്കറ്. മാത്രല്ല സബഉൽ മസാനി വൽ ഖുർആനിൽ അദീം റിപ്പീറ്റ് ആക്കിയിട്ട് ഓതപ്പെടുന്ന സൂറത്തായിട്ടിക്കറ് സൂറത്തുൽ ഫാത്തിഹ അല്ലേ. ഡെയിലി ഫർള് നിസ്കാര 5 വക്തിലെ നിസ്കാരത്തിൽ 7 റക്കാത്തിൽ 7 പട്ടായെങ്കിൽ ഓർത്തത് ഓതണി സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹ ഓതാത്ത നിസ്കാര ഫഹിയ ഖിദാജ്, അത് പൂർണ്ണ അല്ലാണ്ട് തിക്കറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നരെ. അപ്പൊ സൂറത്തുൽ ഫാത്തിഹ ഓതാണ്ട് ഒരാൾക്ക് നിസ്കരിക്കാൻ സാധ്യല്ല. അവൻ ഖുർആന്റെ ഏത് സൂറത്ത് ഓതട്ടെ, എത്ര വലിയ സൂറത്ത് വേണേ ഓതും, സൂറത്തുൽ ഫാത്തിഹ ഓതില്ല അവന്റെ നിസ്കാര സമല്ല. സൂറത്തുൽ ഫാത്തിഹ ഓതിയ വേറെ ഏത് സൂറത്ത് ഓതില്ല അവന്റെ നിസ്കാര സ്വയ്യാവും. അപ്പൊ അത്ര മഹത്തുള്ള ഒരു സൂറത്തായിട്ടിക്കറ് സൂറത്തുൽ ഫാത്തിഹ. ആ സൂറത്തുൽ ഫാത്തിഹ ഞങ്ങളെ മക്കൾക്ക് ഞങ്ങൾ പടിപ്പാട്ടി കൊടുത്തെങ്കിൽ സുബ്ഹാനല്ലാഹ്, ഞങ്ങളെ മക്ക 7ാമത്തെ വയസ്സിൽ സ്റ്റാർട്ടാക്കുക നിസ്കരിക്കൂ അല്ലേ. അങ്ങനെ നിസ്കരിക്കുക സ്റ്റാർട്ടാക്കി അങ്ങ് ജീവനത്തിൽ എത്രത്തോളം അങ്ങ് നിസ്കരിക്കാറ് അതിന് ഓരോരു കൂലിയും ഞങ്ങൾക്ക് കിട്ടും. സൂറത്തുൽ ഫാത്തിഹ ഞങ്ങളെ മക്കൾക്ക് ഞങ്ങൾ പടിപ്പാട്ടി കൊടുത്തെങ്കിൽ അങ്ങ് പഠിച്ചിട്ടുണ്ടായി, ഞങ്ങളെ മുഖാന്തരം അങ്ങ് പഠിച്ചിട്ടുണ്ടായെങ്കിൽ അങ്ങ് ഓതിരോട് തോളും അതിന് ഓരോരു കൂലിയും ഞങ്ങളെ അക്കൗണ്ടിക്ക് വന്ന് നോക്കുക. ഞങ്ങൾക്ക് ടൈമില്ല സൂറത്തുൽ ഫാത്തിഹ പഠിപ്പാട്ടുക്കും അതേപോലെ ഖുർആൻ പഠിപ്പാട്ടും. ഖുർആൻ പഠിപ്പാട്ടുക ആറ് ഉസ്താദ് പറഞ്ഞു, സൂറത്തുൽ ഫാത്തിഹ പഠി ഉസ്താദ് പറഞ്ഞു, ബാക്കിയുള്ള എല്ലാ വിഷയവും ഞങ്ങൾ പഠിപ്പാട്ട്, ദാണ്ടാത്ത് എല്ലാ കാര്യവും ഞങ്ങൾ പഠിപ്പാട്ട്. അങ്ങനെ അവസ്ഥയാണ്. അപ്പൊ ഞങ്ങളെ മക്കൾ സൂറത്തുൽ ഫാത്തിഹയെ സ്പെഷ്യലി ഞങ്ങൾ പടിപ്പാട്ടൊക്കെ ഇട്ട് ഞങ്ങൾ ശ്രദ്ധിക്കും. മാത്രമല്ല സൂറത്തുൽ ഫാത്തിഹ റുഖിയായിട്ടിക്ക്. ഒരാൾക്ക് പണി വന്നിട്ടായെങ്കിൽ അല്ലെങ്കിൽ എന്നെ ഒന്ന് ആയിട്ടായെങ്കിൽ അതെന്താക്ക ഞങ്ങൾക്ക് ഓതി ഊതാം. ഹദീസിൽ ഉള്ളതായിട്ടിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പടിപ്പാട്ടിയക്കാരായിട്ടിക്ക്. നോക്കൊരു അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു ചൊല്ലുറേ സ്വഹീഹായ ഹദീസ്. അങ്ങ് ചൊല്ലുറേ ഞങ്ങൾ ഒരിക്ക സഹാബിരങ്ങ ഒരു യാത്ര പോയ, ഒരു സഫർ പോയ. അപ്പൊ സഫർ പോയപ്പ ഒരു ജാഗയ്ക്ക് എത്തിയ ആ ജാഗയ്ക്ക് ഏതുണ്ട് ഞങ്ങൾക്ക് പിടിയായില്ല. അങ്ങനെ ഇസപോലെ ഞങ്ങളുടെ ആ റായത്തെ ഉൾഗ പോയിട്ട് അവിടുള്ള ആൾമാരൊട്ടിಗೆ ഞങ്ങളെ ഗസ്റ്റായിട്ട് സ്വീകരിക്കുന്നുണ്ട് ഞങ്ങൾ ചൊന്ന. മാത്രം അങ്ങ് ഞങ്ങളെ ഗസ്റ്റായിട്ട് സ്വീകരിച്ചില്ല. അങ്ങ് ചൊന്നാറ് നിങ്ങൾ ഇവിടെ പോറും നിങ്ങൾക്ക് എന്തും ഞങ്ങൾ തണ്ടില്ല ചൊന്തു. അങ്ങനെ ഗസ്റ്റായിട്ട് സ്വീകരിക്കാണ്ട് ഞങ്ങളെ റായത്തെ പറത്തിട്ടാർ. അങ്ങനെ സഹാബിരങ്ങ അങ്ങനെ ആപ്പാലിന്നാർ. ആ സഹാബിമാർ ആ റായത്തെ പറത്തിൽ ഒരു ടെൻറ്റ് ഇട്ടിട്ട് ഇങ്ങനെ തെച്ചിട്ടിക്കറ് സന്ദർഭത്തിലിട്ടിക്കറ് തെല്ലാറ വിട്ടിട്ടു ആ റായത്തങ്ങ വണ്ടി. റായത്തങ്ങ വന്ന് ചൊല്ല നിങ്ങളെ കൂട്ടത്തിൽ മന്ത്രിക്കറങ്ങാറെ ഉള്ളാറ. കാരണം ഞങ്ങളെ രാജാവുക ഒരു എന്ത്രമാ ഒരു ജീവി കുത്തിര്. അപ്പൊ എങ്ങനെ ട്രീറ്റ്മെന്റ് ആക്കിയിട്ടും അത് സുമറായിട്ടില്ല. നിങ്ങളെ കൂട്ടത്തിൽ അങ്ങനെ ആരെങ്കിലും ഉള്ളാറ. അപ്പൊ ഒരു സഹാബി എച്ചിട്ട് ചൊല്ലു നാണാക്കറ. മാത്രം ഒരു കണ്ടീഷൻ ഉണ്ട്. എന്തിന് 40 ആട് നിങ്ങൾ ഞങ്ങൾക്ക് തരണം. 40 ആട് തന്നെ മാത്രം ഞങ്ങൾ ഇതാക്കറ. അപ്പൊ അങ്ങ് കണ്ടീഷന് കൊപ്പിയാറ്. അങ്ങനെ ഈ സഹാബി പോയിട്ട് എന്താക്കിയിട്ട് അവിടെ
ಓದಿ ಊದಿತ್ತು ಆ ಓತಲು ಸೂರത്തുൽ ഫാത്തിഹ ഇട്ടിക്കറ അയാൾ ഓതിരി അങ്ങനെ സൂറത്തുൽ ഫാത്തിഹ ഓതിട്ട് അയാൾ ഊതിട്ടാകുമ്പത്തുകു അത് സുമറയിത്ത് അത് ഷിഫയിത്ത് അങ്ങനെ ഇങ്ങ കണ്ടീഷൻ വെച്ച പോലെ ഇങ്ങെന്താക്കിയാറ് ആ റായത്തങ്ങ 40 ആട് അങ്ക് കൊടുത്താറ് മാത്രം ഈ സഹാബിർ അങ്ക് തിന്നണ ಬ್ಯಾಂಡೆ ഇത് ഞങ്ങൾ അർത്തിട്ട് തിന്നാമാ ಬ್ಯಾಂಡೆ ചൊല്ലി ഒരു ഡൗട്ട് കാരണം ഇത് കണ്ടീഷൻ ആക്കി എടുത്തതല്ലേ ഒരാൾ ഓതി ഊതുമ്പത്തുക്ക് ഞങ്ങൾ കണ്ടീഷൻ ആക്കൊത്തിയാണ് ഇത്ര പറഞ്ഞു ഇത്ര പൈസ ഇപ്പിന്റെ അങ്ങനെ ആയിട്ട് ഇതൊരു കച്ചവടമായി പോയിട് മന്ത്രവാദ ചൊല്ലത് ഒരു കച്ചവടമായി പോയി ആണല്ല ഒന്നാമത്തേത് ഷിർക്കിന ഖുറാഫാത്ര അത് ബേരമേ ഉണ്ട് അതെന്തെങ്കിലും ആക്കുകയെത്തിയറ ഇനി ഷറഈയായ ಮಂತ್ರ ಆಕ್ರೆಂಗು ಶರഈಯಾಯ ರುಕಿ ಆಕ್ರೆಂಗು ಕಂಡೀಷನ್ ಬೇಕು ನಕ್ಕೆ ಇತರ ಗಿಟ್ಟೋಣ ಇತರ പറഞ്ഞു അല്ല ഞങ്ങൾ അള്ളാഹുടെ മാർഗത്തിൽ ആക്കണായി ഒരു കാര്യമായിട്ടേക്ക് അപ്പൊ ഒരാൾ അങ്ങനെ ആക്കിയിട്ടായെങ്കിൽ എന്താ കുത്തിറ കണ്ടീഷൻ മാത്രം ഈ സഹാബിരങ്ങൾ എന്താക്കിയാറ് കണ്ടീഷൻ വെച്ചാർ അപ്പൊ എനിക്ക് എന്തായിട്ട് ഇത് തിന്നിടുന്നത് ഹലാല ഹറാമാ ചൊല്ല ഡൗട്ട് വന്നു അപ്പൊ കൊറിയ സഹാബിരങ്ങൾ ചൊന്നാറ് ഞങ്ങൾ ഏതായെങ്കിലും മദീനത്തേക്ക് പോയാൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് കേട്ടിട്ടാൽ പിന്നെ ഞങ്ങൾ തിന്നാം അങ്ങനെ എന്താക്കിയാർ മദീനത്തേക്ക് പോയിട്ട് എത്തിയാൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ സംഭവം ചൊന്നാറ് അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കിയിട്ട് നിങ്ങൾ തിന്നൊരു പ്രോബ്ലം ഇല്ല മാത്രം അവിടെ ചൊല്ലിരക്ക് മുന്നോൾ നബി എന്താക്കുക ആ സഹാബിരോട് കേൾക്കരുത് നിക്കി എങ്ങനെ പിടിയായി സൂറത്തുൽ ഫാത്തിഹ റുഖിയാണ് അപ്പൊ ആ സഹാബി ചൊല്ലു നബിയെ ഞാനിങ്ങനെ ആൽച്ചനാക്കിയ സൂറത്തുൽ ഫാത്തിഹയുടെ ആശയ അതിന്റെ അർത്ഥമല്ല ഞാൻ ഇങ്ങനെ മനസ്സിലാക്കിയപ്പോ അതൊരു റുഖിയാന്ന് ചൊല്ല് നമുക്ക് പിടിയിട്ട് നക്കത് മനസ്സിലായിട്ട് അങ്ങനെ ഇത്തിക്കരുതാണ് അത് അങ്ങനെ ആക്കിയ അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു നിന്റെ ഇൽമുക അല്ലാഹു ബർക്കത്തിട്ട് തരട്ട് നിങ്ങൾ അത് തിന്നൊരു അതിൽ ഒരു ഭാഗ നക്കും തറു ഈ ഹദീസിൽ എത്രമാ പാട്ട് നമുക്ക് പഠിക്കവില്ല ഒന്നായിട്ടിക്കരുത് അല്ലെ ഒന്നാമത്തേത് എന്തേ സൂറത്തുൽ ഫാത്തിഹ ചൊല്ലത് റുഖിയ ഓതി ഊതനായ ഒരു എന്തേ സൂറത്തെ ഇട്ടിക്കരുത് ഞങ്ങൾ എത്രത്തോളം അതിലുള്ള ഞങ്ങൾ അമലാക്കറ ഞങ്ങൾക്ക് ഒരു പണി വന്ന സ്ഥലത്ത് പിന്നെ സീത ഡോക്ടർ ഒട്ടിക്കുമ്പോ പോണ്ടി പോവണ്ടല്ല പോവാ മാത്ര ഒരു സൂറത്തുൽ ഫാത്തിഹ ഓതി ഊതി എന്താവില്ല സൈഡ് എഫക്ട് എന്തും ഇല്ല അപ്പൊ അങ്ങനെ എന്താക്ക നമുക്ക് സൂറത്തുൽ ഫാത്തിഹ ഓതി ഊത അല്ലേ അപ്പൊ അത് ഞങ്ങൾ ശ്രദ്ധിക്കണായ ഒരു കാര്യം ഇട്ടിക്കരുത് ഈ സഹാബി അതേ ടിക്കറാക്കിരെ സൂറത്തുൽ ഫാത്തിഹ ഓതിട്ടാമത്തു ഉലമാക്കന്മാർ ഹദീസ് എക്സ്പ്ലെയിൻ ആക്കി ചൊല്ലറ ഒരു കാഫിറായ ഒരാൾക്ക് ഷിഫ ഉണ്ടായെങ്കിൽ മുസ്ലിം ആയ ഒരാൾക്ക് എന്താ അത് എഫക്ട് ആവുണ്ടായി എന്തേ അത് എന്താവും ആ ഇഖ്ലാസോട് കൂടിയിട്ട് നല്ല രീതിയിൽ ഞങ്ങൾ ഓതിയിട്ടായെങ്കിൽ അത് എന്താവും അതിൽ ആ ഒരു റിസൾട്ട് കിട്ടരുത് അപ്പൊ അത് കഴിട്ട് അത് ഞങ്ങൾ ശ്രദ്ധിക്കണായ ഒരു കാര്യമായിട്ട് രണ്ടാമത്തേത് ഇതിൽ കിട്ടുന്ന വലിയൊരു പാട്ട് എന്തേ ഞങ്ങൾ എത്രയെ പിടിച്ചു വെച്ച അല്ലെ ഞങ്ങൾക്ക് ഒരാൾ എന്തിനെ തന്നല്ലേ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് എടുത്തിട്ട് കൊടുക്കറമി അല്ലെ അത് അള്ളാഹു റിസ്ക് ഡിസ്ട്രിബ്യൂഷൻ ആക്രമണത്തി ഒരാൾ എത്ര ബഖീൽ കാട്ടെങ്ങോ അവന്റെ കയ്യിലെ പൈസ എടുത്തിട്ട് ഓണ് കൊടുക്കുന്ന താക്കത്താറ് കൊണ്ടു അള്ളാഹു കൊണ്ടു അതായിട്ട് ഇക്കറി ഇങ്ങനെ ഗസ്റ്റ് ആയിട്ട് പോയിട്ട് ഞങ്ങൾക്ക് ഗസ്റ്റ് ആയിട്ട് സ്വീകരിക്കുന്ന ഒരു പൈസ തണ്ടില്ല ഒന്നും നിങ്ങൾക്ക് തണ്ടില്ല ചൊന്നങ്ങ ലാസ്റ്റ് 40 ആട് കൊടുക്കണായിട്ട് വന്നു അള്ളാഹു എന്താക്കി അങ്ങനെ റിസ്ക് ഡിസ്ട്രിബ്യൂഷൻ ആക്കിയ കാരണം ലോകത്ത് എല്ലാവർക്കും റിസ്ക് കൊടുക്കണം അള്ളാഹ് അപ്പൊ അത് കഴിട്ട് ഞങ്ങൾക്ക് എന്നെ ഒന്ന് അയത്ത് ഞങ്ങൾക്ക് റിസ്ക് കിട്ടില്ല ചൊല്ല ഒരു ടെൻഷനേ വേണ്ട അള്ളാഹു സുബ്ഹാനഹു വ തആല റിസ്ക് എഴുതി വെച്ചാൽ അത് കിട്ടുക ഗ്യാരണ്ടി എപ്പ റിസ്ക് ഉണ്ടാവും അപ്പൊ ഞങ്ങൾ മറിക്കാം അതേ ടിക്കറ് അതൊരു വിഷയത്തിൽ ഞങ്ങൾ മനസ്സിലാക്കില്ല ഏതായെങ്കിലും ഞാൻ ചൊന്ന പറഞ്ഞ സൂറത്തുൽ ഫാത്തിഹയെ ഓതിയെങ്കിൽ ആ സൂറത്തുൽ ഫാത്തിഹ പഠിച്ചെങ്കിലേ കിട്ടുന്ന മഹത്വ ടിക്കറ് ഞാൻ ചൊന്ന പറഞ്ഞ അതേപോലെ ആറാമത്തേത് ഇന്നത്തെ ഈ ക്ലാസ്സിൽ ലാസ്റ്റ് ഒരു വിഷയത്തെ ഞങ്ങൾ ഇത് ചൊല്ലറ ഇൻഷാ അല്ലാഹ് ബാക്കി വിഷയം നിങ്ങൾക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മനസ്സിലാക്കുക അപ്പൊ ആറാമത്തെ കാര്യ ഖിറാഅത്തു ആയത്തുൽ കുർസി ദുബ്ര കുല്ലി സ്വലാത്തിൻ എല്ലാ ഫർള് നിസ്കാരത്തിൽ പിന്നെ ആയത്തുൽ കുർസി ഓതരുതരെ മഹത്വ ആയത്തുൽ കുർസി ഞങ്ങൾക്ക് എല്ലാവർക്കും പിടിയില്ല സാധാരണ എല്ലാവരും പഠിക്കുന്നതായ ഒരു ആയത്തെ ഇട്ടിക്കർ ആയത്തുൽ കുർസി ഖുർആനിൽ എല്ലാ തണ്ടി യാറ മഹത്തുല്ല ആയത്ത് മഹത്തുല്ല സൂറത്ത് സൂറത്തുൽ ഫാത്തിഹ മയങ്ക എല്ലാ തണ്ടി യാറ മഹത്തുല്ല ആയത്ത് ആയത്തുൽ കുർസി ആ ആയത്തുൽ കുർസി ഒർത്ത ഫർള് നിസ്കാരത്തിൽ പിന്നെ ഓതിയണ്ടായെങ്കിൽ അവനക്ക് കിട്ടുന്ന പ്രതിഫലം എന്തേ അവൻ മരിക്കുക മാത്രം ബാക്കി ഡയറക്റ്റ് സ്വർഗത്തിൽ എത്തിക്കറ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നു നോക്കൂ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നു മൻ ഖറഅ ആയത്തുൽ കുർസി ഫീ ദുബ്രി കുല്ലി സ്വലാത്തിൻ മക്തൂബ എല്ലാ ഫർള് നിസ്കാരത്തിൽ പിന്നെ ഒരാൾ ആയത്തുൽ കുർസി ഓതിയണ്ടായെങ്കിൽ ലം യംനഉഹു മിൻ ദുഖൂലിൽ ജന്ന സ്വർഗത്തിൽ എൻട്രയുടെ ഒരു തടസ്സം അവനിക്കില്ല ഇല്ല അൻ യമൂത്ത് അവൻ മരിക്കുക മാത്രം ബാക്കിയില്ല അവൻ നോക്കൊരു സ്വർഗത്തിൽ എൻട്രയുടെ ഒരു തടസ്സവും ഇല്ല കാലി മരിപ്പ് മാത്രം ഇട്ടിക്കർ അവനെ തടസ്സാക്കിയിട്ടുള്ളേ
അപ്പൊ ഇത് എല്ലാത്തേണ്ട ശ്രദ്ധിക്കണായ ഒരു കാര്യത്തിക്ക് ഫർള് നിസ്കാരത്തിൽ പിന്നെ ആയത്തുൽ കുർസി ഓതുறது അത് എല്ലാ ഫർള് നിസ്കാരത്തിൽ എപ്പോഴും വർക്കല്ല നെൻപായപ്പല്ല എല്ലാ ഫർള് നിസ്കാരത്തിലും ഞങ്ങൾ അത് ശ്രദ്ധിക്കണായ കാര്യത്തിക്ക്. അപ്പൊ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ 6 കാര്യം ഞങ്ങൾ ചൊന്ന ഈ 6 കാര്യത്തെ ഞങ്ങളുടെ ജീവനത്തിൽ കൊമ്പറുകൂ ഞങ്ങൾ ശ്രദ്ധിക്കണം. ഇൻഷാല്ല ഓരോ കാര്യം കേൾക്കുമ്പോഴത്തേക്കും ഞങ്ങൾ എന്താക്കുക ഞങ്ങളുടെ ജീവിതത്തിൽ അത് അപ്ലൈ ആക്കുക, ഞങ്ങളുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുക ഞങ്ങൾ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ട്. ഞങ്ങൾക്ക് തപ്പുറ അല്ലാഹു സുബ്ഹാനഹു തആല ഞങ്ങൾക്ക് മാഫാക്കി തരട്ട്. ഞങ്ങൾ കേട്ടതും ഞങ്ങൾ അറിഞ്ഞതും ഞങ്ങൾ ചൊന്നതും എല്ലാം അല്ലാഹു ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുക തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ട്. ഞങ്ങളെല്ലാവരും അല്ലാഹു സ്വർഗ്ഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിലാക്കി തീർക്കട്ട്. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.